ഹലോ മക്കളെ, നമ്മൾ അയോണിക് ഇക്വിലിബ്രിയം ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയോണിക് ഇക്വിലിബ്രിയത്തിലെ ഇലക്ട്രോലൈറ്റ് എന്താണ്? ഇലക്ട്രോലൈറ്റ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഉണ്ട്, വീക്ക് ഇലക്ട്രോലൈറ്റ് ഉണ്ട്. വീക്ക് ഇലക്ട്രോലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് അയോണൈസേഷന് വിധേയമാകത്തില്ല, അയോണുകളായിട്ട് മാറില്ല. എത്രത്തോളം ഇലക്ട്രോലൈറ്റ് ഡിസോസിയേഷന് വിധേയമാകുന്നു അതിനെ വിളിക്കുന്നു, ആ ഫ്രാക്ഷനെ വിളിക്കുന്നു ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ കുറിച്ച് പറയാൻ വേണ്ടി ഒരു ലോ തന്നെ ഉണ്ടായിരുന്നു, ഓസ്റ്റ്വാൾഡ് ഡയലൂഷൻ ലോ. അത് നമ്മൾ വീക്ക് ആസിഡിൻ്റെ കേസിലും വീക്ക് ബേസിൻ്റെ കേസിലും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത് വന്നു. കെ എ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂവും ബേസ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കെ ബിയുടെ വാല്യൂവും തമ്മിലുള്ള റിലേഷനൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡിറൈവ് ചെയ്ത് വരികയുണ്ടായി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അഫക്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു ഇലക്ട്രോലൈറ്റ് അത് സ്ട്രോങ് ആണെങ്കിൽ, എന്താ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അയോണുകളായിട്ട് മാറുന്ന ഇലക്ട്രോലൈറ്റുകളെയാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് അയോണൈസേഷന് വിധേയമായി, അതായത് നേരത്തെ എത്ര ഉണ്ടായിരുന്നോ ഇപ്പം ഡിസോസിയേഷൻ കഴിഞ്ഞിട്ട് എത്രയുണ്ടോ അത് രണ്ടും ഈക്വൽ ആയിരിക്കും, കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ്റെ വാല്യൂ 1 ആയിരിക്കും. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യത്തില്ല. 10 മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 6-7 എണ്ണം മാത്രമേ അയോണുകളായിട്ട് മാറത്തുള്ളൂ, ബാക്കിയുള്ളവർ ഡിസോസിയേറ്റ് ചെയ്യാതെ നിൽക്കുകയാണ്. അപ്പോൾ എത്രത്തോളം മോളിക്യൂളുകൾ ഡിസോസിയേഷന് വിധേയമാകുന്നു, ആ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അതാണ് നമുക്ക് ഇന്നിപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തേതാണ്, ഒന്നാമത്തെ ഫാക്ടറാണ് നേച്ചർ ഓഫ് സൊല്യൂട്ട്. നേച്ചർ ഓഫ് സൊല്യൂട്ട് ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടറാണ് നേച്ചർ ഓഫ് സൊല്യൂട്ട്. നമുക്കറിയാം, ഞാൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ, നമ്മുടെ ഇലക്ട്രോലൈറ്റ് സ്ട്രോങ് ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. എന്നാൽ ഇലക്ട്രോലൈറ്റ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ പാർഷ്യൽ അയണൈസേഷൻ മാത്രമേ നടക്കൂ. അപ്പോൾ സൊല്യൂട്ടിൻ്റെ നേച്ചറിനെ, ഇലക്ട്രോലൈറ്റിൻ്റെ നേച്ചറിനെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അഫക്റ്റ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ നമ്മുടെ ഇലക്ട്രോലൈറ്റിൻ്റെ സ്വഭാവം അഫക്റ്റ് ചെയ്യുന്നില്ലേ? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യും, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ പാർഷ്യൽ അയണൈസേഷൻ മാത്രമേ നടക്കൂ, ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ്റെ വാല്യൂ കുറയും. ഒന്നാമത്തെ ഫാക്ടറാണ് നേച്ചർ ഓഫ് സൊല്യൂട്ട്. അതായത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് പറയുന്നത് 1 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോളിക്യൂൾസ് ബിഫോർ. അതാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ശരിക്കും എത്ര മാത്രമേ ഡിസോസിയേറ്റ് ചെയ്തു, ആഫ്റ്റർ എത്രയുണ്ട്, ബിഫോർ എത്രയാണ്, ആഫ്റ്റർ എത്രയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിസോസിയേറ്റ് ചെയ്ത് പോയി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു x/a എന്ന് പഠിച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്നത് ഇനിഷ്യലി ഉള്ളത്, എക്സ് എന്ന് പറഞ്ഞാൽ ഡിസോസിയേറ്റ് ചെയ്ത് പോയത് അല്ലേ, ഡിസോസിയേറ്റ് ചെയ്ത് പോയത് ആഫ്റ്റർ, അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്ത് പോയത് അല്ലേ ഡിസോസിയേഷന് ശേഷം കിട്ടുന്നത്, ആഫ്റ്റർ ഡിവൈഡഡ് ബൈ ബിഫോർ. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ്റെ വാല്യൂ 1 ആയിരിക്കും. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയുടെ വാല്യൂ 1 കുറവായിരിക്കും. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയുടെ വാല്യൂ 1 കുറവായിരിക്കും. ഒരു എക്സാമ്പിൾ, ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് എടുക്കുകയാണ്, CH3COOH. വീക്ക് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേഷൻ നടന്ന് CH3COO മൈനസും H+ ആയിട്ട് മാറി. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് അയണൈസേഷന് വിധേയമാകുന്നോ? ഉദാഹരണത്തിന് ഞാൻ എടുക്കുകയാണ്, 5 മോൾ അസറ്റിക് ആസിഡ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. 5 മോളും ഡിസോസിയേറ്റ് ചെയ്യുമോ? ഇല്ല, 3 മോളോ 2 മോളോ മാത്രമേ ഡിസോസിയേറ്റ് ചെയ്യത്തുള്ളൂ. ഇവിടെ നിന്നും 2 മോൾ ഡിസോസിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. 2 മോൾ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ അനുസരിച്ച്, ബാലൻസ്ഡ് ഇക്വേഷൻ അനുസരിച്ച് 1 മോൾ അസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്താൽ 1 മോൾ അസറ്റേറ്റ് അയോണും 1 മോൾ H+ അല്ലേ ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ പറയുകയാണ്, എൻ്റെ കയ്യിൽ 5 മോളുണ്ട്. 5 മോളിൽ നിന്നും 2 മോൾ ഡിസോസിയേറ്റ് ചെയ്യുകയാണ്. 2 മോൾ ഡിസോസിയേറ്റ് ചെയ്താൽ 2 മോൾ അസറ്റിക് ആസിഡും കിട്ടും, 2 മോൾ എന്തും കിട്ടും, വാട്ടറും കിട്ടും. ഓക്കെ, 5 മോൾ എൻ്റെ കയ്യിലുണ്ട്. 5 മോളിൽ നിന്ന് 2 മോൾ മാത്രമേ ഡിസോസിയേറ്റ് ചെയ്തുള്ളൂ.
ആ ഡിസോസിയേറ്റ് ചെയ്ത അത്രയും ഇവിടെയും ഫോം ചെയ്യുന്നുണ്ട്, ഇവിടെയും ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിസോസിയേഷന് ശേഷം എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? അപ്പം നോക്കാം, ഇവിടെ 5-ൽ നിന്ന് 2 പോയി, ബാക്കി എത്രയാ? 3 ഇവിടെ എത്ര ഉണ്ടായി? 2 ഉണ്ടായി. ഇവിടെ എത്രയുണ്ടായി? 2 ഉണ്ടായി അല്ലേ? അപ്പം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എത്രയാണ്? 3 + 2 + 2 ആണ്. 3 2 5 2 7 അല്ലേ? ഓക്കെ ആണോ? അപ്പം അതായത് എപ്പോഴായാലും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ എത്രയുണ്ട്? 1 + 1 2 ഉണ്ട്. ഡിവൈഡഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ ആണ്. അപ്പോൾ ഡിസോസിയേറ്റ് ചെയ്തതിന് ശേഷം എത്രയുണ്ടോ അതേ ഡിവൈഡഡ് ബൈ ബിഫോർ എത്രയുണ്ടായിരുന്നു. അപ്പം നമുക്കറിയാം വീക്ക് ഇലക്ട്രോലൈറ്റ് പാർഷ്യൽ അയണൈസേഷന് വിധേയമാകുകയാണ്. പാർഷ്യൽ അയണൈസേഷന് മാത്രമേ വിധേയമാകൂ. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയുടെ വാല്യൂ എപ്പോഴും <1 ആയിരിക്കും, 1-നേക്കാൾ കുറവായിരിക്കും. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയുടെ വാല്യൂ 1-നേക്കാൾ കുറവായിരിക്കും. 1 കിട്ടത്തില്ല. ലെഫ്റ്റിലും റൈറ്റിലും ഈക്വൽ ആണെങ്കിലേ കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടന്നാൽ മാത്രമേ ആൽഫയുടെ വാല്യൂ 1 കിട്ടത്തുള്ളൂ. ഇപ്പോൾ 1 ഡിസോസിയേറ്റ് ചെയ്തു പോയത്. നേരത്തെ ഞാൻ 2 മോൾ എടുത്തു, 1 ഡിസോസിയേറ്റ് ചെയ്തു പോയി. ആഫ്റ്റർ ഡിവൈഡഡ് ബൈ ബിഫോർ നേരത്തെ 2 ഉണ്ടായിരുന്നു, ഇപ്പോൾ 1 ഉള്ളൂ. അപ്പോൾ 1/2. അപ്പോൾ ആൽഫയുടെ വാല്യൂ 1-നേക്കാൾ കുറവല്ലേ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ്റെ വാല്യൂ 1-നേക്കാൾ കുറവായിരിക്കും. 1/2 ആണ്, 0.5 ആണ്. ഓക്കെ, ഞാൻ 2 മോൾ എടുത്തു, 1 ഡിസോസിയേറ്റ് ചെയ്തുള്ളൂ. ആഫ്റ്റർ എത്രയുണ്ട്? 3 മോൾ എടുത്തു, 1 മോളെ ഡിസോസിയേറ്റ് ചെയ്തോളൂ. ആഫ്റ്റർ എത്രയാ? 1 മോൾ ഡിവൈഡഡ് ബൈ ബിഫോർ എത്രയായിരുന്നു? 3 ആയിരുന്നു അല്ലേ? ആഫ്റ്റർ ഡിവൈഡഡ് ബൈ ബിഫോർ, അല്ലെങ്കിൽ ആഫ്റ്റർ 2 മോളുണ്ട്, ബിഫോർ 3 ഉണ്ടായിരുന്നു. 2/3 എന്നല്ലേ വരുന്നത്? ദാറ്റ് ഈസ് ആൽഫ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ്റെ വാല്യൂ <1 ആണ് ഇൻ ദ കേസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ നേച്ചർ ഓഫ് ദ സൊല്യൂട്ട്. സൊല്യൂട്ടിൻ്റെ നേച്ചർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ആൽഫയുടെ വാല്യൂ 1 ആണ്, വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ആൽഫയുടെ വാല്യൂ <1 ആണ്. അതാണ് ഒന്നാമത്തെ ഫാക്ടർ. അടുത്ത നോക്കിയേ, രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നേച്ചർ ഓഫ് സോൾവെൻറ്റ്. അടുത്തയാണ് നേച്ചർ ഓഫ് സോൾവെൻറ്റ്. ഉദാഹരണത്തിന് നമ്മുടെ ഇലക്ട്രോലൈറ്റ് NaCl ആണെന്ന് വിചാരിക്കുക, സോഡിയം ക്ലോറൈഡ് ഇലക്ട്രോലൈറ്റ് ആണെന്ന് വിചാരിക്കുക. ഇതിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാം. അതേപോലെ NaClനെ അസറ്റിക് ആസിഡിനകത്ത്, എത്തനോയിക് ആസിഡിനകത്ത് ഡിസോൾവ് ചെയ്യാം. ഇതിൽ എവിടെയാണ് സോഡിയം ക്ലോറൈഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്, നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റ് മതി. വീക്ക് ഇലക്ട്രോലൈറ്റ് ആകുമ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് എടുക്കാം. NH4OH ആണ്, ഇവിടെയും NH4OH ആണ്. വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സോൾവെൻറ്റ് ഡിഫറൻ്റ് ആണ്. ആദ്യത്തെ കേസിൽ സോൾവെൻറ്റ് വാട്ടർ ആണ്, രണ്ടാമത്തെ കേസിൽ സോൾവെൻറ്റ് അസറ്റിക് ആസിഡ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എത്തനോൾ ആണെന്ന് വിചാരിക്കുക. ഓക്കെ ആണോ? ഇനി ഇതിൽ എവിടെയാണ് കൂടുതലായിട്ട് ഡിസോസിയേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ എവിടെയാണ് ആൽഫയുടെ വാല്യൂ കൂടുതൽ എന്നറിയാൻ വേണ്ടി ഏത് സോൾവെൻറ്റിനാണോ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കൂടി നിൽക്കുന്നത്, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് വാല്യൂ ആർക്കാണോ ഹൈ ആയിട്ട് നിൽക്കുന്നത്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയുടെ വാല്യൂ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പം വാട്ടറുണ്ട്, മെത്തനോളുണ്ട്. വാട്ടറും ഉണ്ട്, മെത്തനോളും ഉണ്ട്, അല്ലെങ്കിൽ വാട്ടറും ഉണ്ട്, എത്തനോളും ഉണ്ട്. 2 സോൾവെൻറ്റ് തന്നിരിക്കുന്നു. 2 സോൾവെൻറ്റിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ തന്നിരിക്കുന്നു. ഇതിൽ എവിടെയാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടുതൽ? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ആർക്കാണോ കൂടുതൽ, ഏത് സോൾവെൻറ്റിനാണോ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടുതൽ, അവിടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടുതലായിരിക്കും. ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻ വരുന്ന വഴി മനസ്സിലായല്ലോ? 2 ഇലക്ട്രോലൈറ്റ് തരികയാണ്. സോഡിയം ക്ലോറൈഡും തന്നിട്ടുണ്ട്, അമോണിയം ഹൈഡ്രോക്സൈഡും തന്നിട്ടുണ്ട്. ഇതിൽ എവിടെയാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടുതൽ? അങ്ങനെ ചോദിച്ചാൽ ഇലക്ട്രോലൈറ്റ് ഒരാൾ സോഡിയം ക്ലോറൈഡാണ്, ഒരാൾ അമോണിയം ഹൈഡ്രോക്സൈഡാണ്. രണ്ടും ഇലക്ട്രോലൈറ്റുകളാണ്. ഇതിൽ എവിടെയാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടുതലെന്ന് ചോദിച്ചാൽ സോഡിയം ക്ലോറൈഡിലാണ്. കാരണം സോഡിയം ക്ലോറൈഡ് ഈസ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഇറ്റ് അണ്ടർഗോ കംപ്ലീറ്റ് അയോണൈസേഷൻ. ആസ് എ റിസൾട്ട് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയുടെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OH എന്ന് പറയുന്നത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. പാർഷ്യൽ അയണൈസേഷൻ മാത്രമേ നടക്കത്തുള്ളൂ. ദാറ്റ് മീൻസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയുടെ വാല്യൂ <1 ആയിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്തയാണ് 2 സെയിം ഇലക്ട്രോലൈറ്റ്
ഡിഫറൻറ്റ് സോൾവെൻറ്റിനകത്ത് ഡിസോൾവ് ചെയ്യുകയാണ്. ഉദാഹരണത്തിന് അമോണിയം ഹൈഡ്രോക്സൈഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ ഫസ്റ്റ് കേസിൽ വാട്ടർ, സെക്കൻഡ് കേസിൽ എത്തനോള്. ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് വാട്ടർ ആൻഡ് എത്തനോൾ ഗിവൺ. വാട്ടറിൻ്റെയും എത്തനോളിൻ്റെയും ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ തരുവാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ് ആൽഫയുടെ വാല്യൂ എവിടെയാണ് കൂടുതൽ, ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എവിടെയാണ് കൂടുതലായിട്ട് നടക്കുന്നത്. എന്ത് ചെയ്യണം നിങ്ങൾ? രണ്ടിടത്തെ ഇലക്ട്രോലൈറ്റ് സെയിം ആണല്ലോ, സോൾവെൻ്റ് ആണല്ലോ ഡിഫറൻറ്റ്. സോൾവെൻ്റ് ഡിഫറൻ്റ് ആണെങ്കിൽ എവിടെയാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടുതൽ നടക്കുന്നത് എന്നറിയാൻ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നോക്കിയാൽ മതി. ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നോക്കുക. ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഏത് സോൾവെൻറ്റിനാണോ കൂടുതൽ അവിടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടുതലായിട്ട് നടക്കും. ക്ലിയർ ആയല്ലോ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സേ ആയിട്ടുള്ളൂ, നേച്ചർ ഓഫ് സൊല്യൂട്ടും നേച്ചർ ഓഫ് സോൾവെൻറ്റും. സോൾവെൻറ്റിൻ്റെ കേസിൽ നമ്മൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ പറയാൻ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഉപയോഗിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. മൂന്നാമത്തെ ഫാക്ടർ ഏതാണ്? ടെമ്പറേച്ചറാണ്. അതായത് നമുക്കറിയാം, നമുക്ക് നോർമലി ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസ് ഞാനിപ്പോൾ പറയുന്നതെങ്കിലും നോർമലി നമ്മൾ ഉപ്പ് വെള്ളത്തിലിടുക. ഉപ്പ് വെള്ളത്തിലിടുന്ന സമയത്ത് ഉപ്പ് അലിയും. ഉപ്പ് അലിയുക എന്ന് പറഞ്ഞാൽ ഇത് Na+ഉം Cl- ആയിട്ട് മാറുക. ഈ സമയത്ത് നമ്മൾ ഇതിനെ നല്ലപോലെ ഒന്ന് ചൂടാക്കിയാൽ Na+ഉം Cl- പെട്ടെന്ന് അയോണുകളായിട്ട് മാറത്തില്ലേ? പെട്ടെന്ന് ഡിസോൾവ് ചെയ്യത്തില്ലേ? ചെയ്യും. ഇതൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റാണ്. അതേസമയം ഞാനൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് എടുക്കുക എന്ന് വിചാരിക്കുക. CH3COOH ആണ് നമ്മുടെ വീക്ക് ഇലക്ട്രോലൈറ്റ്. ഇതിനെ ചൂടാക്കുന്ന സമയത്ത് നോർമലി ഇതെന്തായിട്ട് മാറും? CH3COO- H+ ആയിട്ട് മാറും. നോർമൽ കേസിൽ കുറച്ച് സമയം എടുത്തിട്ട് അയോണുകളായിട്ട് മാറും. ഈ ടെമ്പറേച്ചർ അങ്ങോട്ട് കൊടുക്കുമ്പോൾ, ചൂട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഈ അസറ്റേറ്റ് അയോണിൻ്റെയും H+ അയോണിൻ്റെയും ഇടയിലുള്ള ബോണ്ട് പെട്ടെന്ന് പൊട്ടും. ദാറ്റ് മീൻസ് പെട്ടെന്ന് അയോണുകളായിട്ട് മാറും. ദാറ്റ് മീൻസ് പെട്ടെന്ന് അയോണൈസേഷന് വിധേയമാകും. ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ത് ചെയ്യും? കൂടും. അപ്പം അടുത്ത ഫാക്ടറാണ് ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്തിന് പ്രൊപ്പോർഷണലാണ്? ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണലാണ്. ടെമ്പറേച്ചർ കൂട്ടിയാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ ആണല്ലോ? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഇത്രയും ചിന്തിച്ചാൽ മതി. നമുക്ക് ആർക്കായാലും ചൂട് കൂടുമ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യും? ഡിസ്റ്റർബ്ഡ് ആവും. അതേപോലെയാണ് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ അയോണുകളായിട്ട് മാറാറുണ്ട്, അവിടെ അയണൈസേഷൻ നടക്കാറുണ്ട്. ഈ സമയത്ത് ടെമ്പറേച്ചർ അങ്ങോട്ട് കൊടുക്കുക. പാർഷ്യൽ അയണൈസേഷൻ മാത്രമേ നടക്കത്തുള്ളേ. ഈ സമയത്ത് നമ്മൾ കുറച്ച് ചൂട് അങ്ങോട്ട് കൊടുക്കുമ്പോഴേക്കും പൊട്ടാതിരുന്ന അസറ്റിക് ആസിഡ് മോളിക്യൂളെല്ലാം പൊട്ടി അയോണുകളായിട്ട് മാറും. ആസ് എ റിസൾട്ട് നമ്പർ ഓഫ് അയോൺസ് കൂടും, അയോണൈസേഷൻ കൂടും. ദാറ്റ് മീൻസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടും. അപ്പോൾ മൂന്നാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ആർക്ക് പ്രൊപ്പോർഷണലാണ്? ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണലാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് അടുത്ത ഫാക്ടറാണ് കോമൺ അയോൺ. കോമൺ അയോൺ ഇഫക്റ്റ്. അതായത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിലേക്ക്, വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ CH3COOH ആണ്. വീക്ക് ഇലക്ട്രോലൈറ്റ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ്, വെള്ളത്തിലിടുന്ന സമയത്താണ് ഇതെന്തായിട്ട് മാറും? CH3COO- H+ ആയിട്ട് മാറുകയാണ്. നമ്മുടെ വീക്ക് ഇലക്ട്രോലൈറ്റിലേക്ക് വേറൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യുക. നമ്മുടെ ഈ വീക്ക് ഇലക്ട്രോലൈറ്റിലുള്ള ഏതെങ്കിലും അയോണുള്ള ഒരു ഇലക്ട്രോലൈറ്റിനെ വേണം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ. ഉദാഹരണത്തിന് CH3COOH-നകത്ത് COOH ഡിസോസിയേറ്റ് ചെയ്ത് CH3COO- H+ ആയിട്ട് മാറുകയാണ്. ഇതിനകത്തേക്ക് ഞാൻ ഒരു HCl-നെ ആഡ് ചെയ്യുന്നു. ആരെ ആഡ് ചെയ്യുന്നു? HCl-നെ ആഡ് ചെയ്യുന്നു. ഇവിടെയും H+ അയോൺ ഉണ്ട്, ഇവിടെയും H+ അയോൺ ഉണ്ട്. കോമൺ അയോണുള്ള ഒരു ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, കോമൺ അയോണുള്ള ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യുകയാണ്. ഓക്കെ ആണോ? അപ്പോൾ കോമൺ അയോണുള്ള ഒരു ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യുക, HCl-നെ ആഡ് ചെയ്ത് H+ഉം Cl- ആയിട്ട് മാറുന്നു. ദാറ്റ് മീൻസ് നമ്മൾ ഇക്വിലിബ്രിയത്തെ കുറിച്ചാണ് പറയുന്നത്. CH3COOH അസറ്റിക് ആസിഡ് സ്പ്ലിറ്റ് ചെയ്ത്
അസറ്റേറ്റ് അയോൺ ആകുകയും H+ അയോൺ ആകുകയും ചെയ്യുന്നു. ആ സിസ്റ്റം തിരിച്ച് എത്ര അസറ്റേറ്റ് അയോണും H+ അയോണും ഉണ്ടാകുന്നോ അത്രയും എണ്ണം തിരിച്ച് റിവേഴ്സ് ചെയ്ത് എന്തായിട്ട് മാറിക്കൊണ്ടിരിക്കുക? അസറ്റിക് ആസിഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്. ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന സിസ്റ്റത്തിലേക്കാണ് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നത്? കോമൺ അയോണുള്ള ഒരു ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യുന്നത്. കോമൺ അയോണുള്ള ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ പ്രസൻസിൽ ഇത് എന്തായിട്ട് മാറി? H+ഉം Cl- ആയിട്ട് മാറി. ആസ് എ റിസൾട്ട് ഈ സിസ്റ്റത്തിലുള്ള H+ൻ്റെ എണ്ണം എന്ത് ചെയ്തു? H+ൻ്റെ എണ്ണം എന്ത് ചെയ്തു? കൂടി. നമുക്കറിയാം ഏത് സൈഡിലാണോ ആൾക്കാരുടെ എണ്ണം കൂടുന്നത് ആ സിസ്റ്റം അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആസ് എ റിസൾട്ട് ഉടനെ തന്നെ ഈ H+ ഉണ്ടായ H+ ഇവിടെ നിൽക്കുന്ന CH3COO- ആയിട്ട് ചേർന്ന് എന്തായിട്ട് മാറാൻ ശ്രമിക്കും? അസറ്റിക് ആസിഡായിട്ട് മാറാൻ ശ്രമിക്കും. ഓക്കെ ആണോ? കോമൺ അയോണുള്ള ഒരു ആസിഡിനെ കോമൺ അയോണുള്ള ഒരു ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യുന്ന സമയത്ത് അയോണിൻ്റെ എണ്ണം കൂടും. അയോണിൻ്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, നമ്മുടെ ഇലക്ട്രോലൈറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടുന്നില്ല. ഇവിടെ അയോൺ ഉണ്ടാകും. ആസ് ദ നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസ് ചെയ്തപ്പോൾ അത് ഉടനെ തന്നെ ഇതിൽ നിൽക്കുന്ന ഈ സിസ്റ്റത്തിൽ നിൽക്കുന്ന ഈ മിക്സ്ചറിൽ നിൽക്കുന്ന CH3COO- ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്തായിട്ട് മാറും? ഈ H+നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തിരിച്ച് CH3COOH ആയിട്ട് മാറും. അപ്പോൾ കോമൺ അയോണിനെ ആഡ് ചെയ്താൽ നമ്മുടെ ഇലക്ട്രോലൈറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ത് ചെയ്യുക? കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ? കോമൺ അയോൺ ആഡ് ചെയ്യുന്ന സമയത്ത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ത് ചെയ്യാണ്? കുറയുകയാണ്. അപ്പം 4 ഫാക്ടേഴ്സാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? 1 നേച്ചർ ഓഫ് സൊല്യൂട്ട്, 2 നേച്ചർ ഓഫ് സോൾവെൻറ്റ്, 3 ടെമ്പറേച്ചർ, 4 കോമൺ അയോൺ ഇഫക്റ്റ്. സൊല്യൂട്ടിൻ്റെ നേച്ചർ എങ്ങനെയാണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയുടെ വാല്യൂ 1 ആയിരിക്കും. വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ആൽഫയുടെ വാല്യൂ <1 ആണ്. അടുത്ത സോൾവെൻ്റ് ആണെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടിയ സോൾവെൻറ്റിന് ആൽഫ വാല്യൂ കൂടുതലായിരിക്കും. അടുത്ത ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടും. കോമൺ അയോൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ അയോൺ ഉള്ള ഒരു ഇലക്ട്രോലൈറ്റിനെ നമ്മുടെ വീക്ക് ഇലക്ട്രോലൈറ്റിനേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അയോണിൻ്റെ എണ്ണം കൂടും. പക്ഷേ ആ ഉണ്ടാകുന്ന അയോൺ നമ്മുടെ സിസ്റ്റത്തിലിരിക്കുന്ന ഒരു അയോണുമായിട്ട് കമ്പൈൻ ചെയ്ത് ബാക്ക്വേർഡ് റിയാക്ഷനിലേക്ക് പോകും. ദാറ്റ് മീൻസ് ഡിസോസിയേഷനുള്ള ടെൻഡൻസി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറഞ്ഞുകൊണ്ടിരിക്കുക. ദാറ്റ് മീൻസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ അത് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ ആണോ? അടുത്ത നമുക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ തന്നെ പറയാനായിട്ട് അടുത്ത പുതുതായിട്ടൊരു ടേം പഠിച്ചേ പറ്റത്തുള്ളൂ. അതാണ് pH. എന്താണ് pH? എന്താണ് pH സ്കെയിൽ? നിങ്ങൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് pH? ശരിക്കും പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആണ്. പൊട്ടൻഷ്യൽ ഓഫ് H+ അയോണിനെ വിളിക്കുന്ന പേരാണ് pH. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? കോൺസെൻട്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഹൈഡ്രജൻ അയോണിൻ്റെ പൊട്ടൻഷ്യലാണ് pH എന്ന് പറയുന്നത്. ശരിക്കും pH എന്ന് പറയുന്നത് pH കണ്ടുപിടിക്കുന്നത് നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. നിങ്ങൾ pH സ്കെയിൽ എന്ന് പറയുന്ന ഒരു സാധനം കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കാൻ സാധ്യതയുണ്ട്. 0 മുതൽ 14 വരെ നമ്പർ ഇട്ട ഒരു സ്കെയിലാണ്. pH സ്കെയിൽ കൊണ്ടുവന്നത് സോറൻസൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ pH സ്കെയിലിൽ 0 മുതൽ 14 വരെ നമ്പർ ഇട്ടിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട്, അതായത് മിഡിലായിട്ട് 7 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക. 0 1 2 3 4 5 6 7 കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? 8 9 10 11 12 13 14. അപ്പോൾ ഇതാണ് pH സ്കെയിൽ എന്ന് പറയുന്നത്. ഇതിൽ pH സ്കെയിലിൽ നടുക്ക് നിൽക്കുന്ന 7 എന്ന് പറയുന്നത് ന്യൂട്രലാണ്. ആസിഡും അല്ല, ബേസും അല്ല. അപ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ pH, ഒരു സൊല്യൂഷൻ്റെ pH 7 ആണെങ്കിൽ അത് ആസിഡാണോ, ബേസ് ആണോ, ന്യൂട്രൽ ആണോ? pH 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂട്രലാണ്.
pH 7-നേക്കാൾ കുറഞ്ഞാൽ അത് അസിഡിക് ആയിരിക്കും. ദാ pH 6 ആണെങ്കിൽ വീക്ക് ആസിഡ് ആണ്. pH 5 ആണെങ്കിൽ ഇതിനേക്കാൾ സ്ട്രോങ് ആസിഡ് ആണ്. pH 4 ആണെങ്കിൽ അതിനേക്കാൾ അസിഡിക് ആണ്. അതായത് pH കുറയുന്നതിനനുസരിച്ച് അസിഡിക് ക്യാരക്ടർ എന്ത് ചെയ്യാണ്? കുറയുകയാണ്. pH കുറയുന്നതിനനുസരിച്ച് അസിഡിക് ക്യാരക്ടർ കുറയുകയാണ്. അങ്ങനെയാണെങ്കിൽ pH = 2 ആണോ pH = 5 ആണോ കൂടുതൽ അസിഡിക്? As the pH value increases, acidic character decreases. pH value കൂടുന്നതിനനുസരിച്ച് acidic character എന്ത് ചെയ്യുക? കുറയുക. അങ്ങനെയാണെങ്കിൽ pHൻ്റെ വാല്യൂ കുറവുള്ള ഇതല്ലേ കൂടുതൽ അസിഡിക്? ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയാം. pH വാല്യൂ കൂടുന്നത് എന്തായാലും 7-ന് താഴോട്ടേ അസിഡിക് വരത്തുള്ളൂ. 7 വന്നാൽ അത് ന്യൂട്രലാണ്. ദാറ്റ് ഈസ് pH 1 ആണെങ്കിൽ അസിഡിക് ആണ്, 2 അസിഡിക് ആണ്, 3 അസിഡിക് ആണ്, 4 അസിഡിക് ആണ്, 5 അസിഡിക് ആണ്, 6 അസിഡിക് ആണ്. ഇനി ഈ pH വാല്യൂവിൽ ഈ 6 വരെയുള്ള വാല്യൂവിൽ കൂടുതൽ അസിഡിക് എപ്പോഴാണ്? pHൻ്റെ വാല്യൂ കുറഞ്ഞാൽ അസിഡിക് ക്യാരക്ടർ കൂടും. ദാറ്റ് മീൻസ് അസിഡിക് ക്യാരക്ടർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു pH എന്ന് വേണമെങ്കിൽ പറയാം. pH കുറഞ്ഞാൽ എന്ത് കൂടും? അസിഡിക് ക്യാരക്ടർ കൂടും. അങ്ങനെയാണെങ്കിൽ pH 2 തന്നു, pH 5 തന്നു. pHൻ്റെ വാല്യൂ കുറവുള്ള ഇതായിരിക്കും കൂടുതൽ അസിഡിക്. അതേപോലെ 7 തൊട്ട് മുകളിലോട്ട് പോയാൽ ഏത് ക്യാരക്ടറാണ്? ബേസിക് ക്യാരക്ടറാണ്. 7 തൊട്ട് മുകളിലോട്ട് പോയാൽ ഇത് എന്ത് ക്യാരക്ടറാണ്? ബേസിക് ക്യാരക്ടറാണ്. pHൻ്റെ വാല്യൂ കുറഞ്ഞാൽ അസിഡിക് ക്യാരക്ടർ കൂടും. ദാറ്റ് മീൻസ് pHൻ്റെ വാല്യൂ കൂടിയാൽ അസിഡിക് ക്യാരക്ടർ എന്ത് ചെയ്യുമെന്നാ? കുറയുമെന്ന. കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അസിഡിക് ക്യാരക്ടറും pHും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. pHൻ്റെ വാല്യൂ കുറഞ്ഞാൽ അസിഡിക് ക്യാരക്ടർ കൂടും. pH കൂടിയാൽ അസിഡിക് ക്യാരക്ടർ കുറയും. അസിഡിക് ക്യാരക്ടർ കുറയുക എന്ന് പറഞ്ഞാൽ ബേസിക് ക്യാരക്ടർ കൂടുകയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ pHൻ്റെ വാല്യൂ കൂടിയാൽ ബേസിക് ക്യാരക്ടർ എന്ത് ചെയ്യും? കൂടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ബേസിക് ക്യാരക്ടർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു pH. pHൻ്റെ വാല്യൂ കൂടിയാൽ ബേസിക് ക്യാരക്ടർ എന്ത് ചെയ്യും? കൂടും. അങ്ങനെയാണെങ്കിൽ pH 7 ന്യൂട്രലാണേ, pH 9 ആണോ pH 13 ആണോ കൂടുതൽ ബേസിക്? pH 9 ആണോ pH 13 ആണോ കൂടുതൽ ബേസിക്? നമ്മൾ എഴുതി pHൻ്റെ വാല്യൂ ബേസിക് ക്യാരക്ടറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. pHൻ്റെ വാല്യൂ ആർക്കാണോ കൂടുതൽ അത് കൂടുതൽ ബേസിക് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? എന്താണ് pH എന്നുള്ളതിനൊരു ഐഡിയ കിട്ടിയല്ലോ. ഒരു സ്കെയിൽ വെച്ച് നിങ്ങൾക്ക് തന്നിരിക്കുക, pHൻ്റെ വാല്യൂ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് അസിഡിക് ആണോ ബേസിക് ആണോ? അല്ലെങ്കിൽ തന്നിരിക്കുന്ന കുറേ pH വാല്യൂസ് തന്നിട്ട് ഇവരിൽ ആരാണ് സ്ട്രോങ്ങസ്റ്റ് ആസിഡ്? pHൻ്റെ വാല്യൂ നോക്കുക. 7-ന് താഴെയുള്ളവർ മാത്രമേ ആസിഡ് ആവത്തുള്ളൂ, 7-ന് മുകളിലോട്ടുള്ളവരെല്ലാം ബേസിക് ആണ്. pHൻ്റെ വാല്യൂ എത്രത്തോളം കുറയുന്നോ അത് കൂടുതൽ അസിഡിക് ആവും. pHൻ്റെ വാല്യൂ എത്രത്തോളം കൂടുന്നോ അത് കൂടുതൽ ബേസിക് ആകും. ഇനി എന്താണ് pH? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജനെ വിളിക്കുന്ന പേരാണ് pH എന്ന്. ഇതാ നോക്കിയേ, pH = മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+. ഓക്കെ, pH എന്ന് പറയുന്നത് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. ഇനി ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ. H2O വാട്ടറാണ്. വാട്ടർ ഡിസോസിയേറ്റ് ചെയ്ത് കിട്ടുന്ന സാധനമാണ് H+ഉം OH-ഉം. വാട്ടർ ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ് H+ഉം OH-ഉം. നമുക്കറിയാം ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ Kc = ഇങ്ങോട്ട് എഴുതുകയാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc = കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2O അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് H+ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് OH- ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2O. വാട്ടർ എന്ന് പറയുന്നത് ന്യൂട്രൽ മീഡിയം ആണെന്നറിയാം. വാട്ടറിൻ്റെ pH 7 ആണെന്നും അറിയാം. pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ അല്ലേ? ഓക്കെ, ഇതാ നോക്കിയേ, ഇവിടെ നമ്മൾ പറയുകയാണ് 1 മോൾ വാട്ടർ ഡിസോസിയേറ്റ് ചെയ്ത് നമുക്ക് ഈ സ്റ്റോഷിയോമെട്രി അനുസരിച്ച് 1 മോൾ H+ഉം 1 മോൾ OH- അല്ലേ ഉണ്ടാകുന്നത്? 1 മോൾ H+ഉം 1 മോൾ OH- ആണ് ഉണ്ടാകുന്നത്.
അങ്ങനെയാണെങ്കിൽ ദാ ഇതിൻ്റെ കോൺസെൻട്രേഷനെ നമുക്ക് സി എന്നെടുക്കാം. ഇനിഷ്യലി എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ 0 ആണ്, OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ 0 ആണ്. സിയിൽ നിന്നും എക്സ് പോയി. നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് ആൽഫ ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ സി ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് സി ആൽഫയല്ലേ? എക്സ് എന്ന് പറയുന്നത് സി ആൽഫയാണ്. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ സി ആണ്. ഇക്വിലിബ്രിയത്തിൽ എത്തിയപ്പോൾ എക്സ് പോയി. എക്സ് എന്ന് പറയുമ്പോൾ സി ആൽഫയാണ്. സോ സി മൈനസ് സി ആൽഫ. ഇവിടുത്തെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സി ആൽഫയാണ്. ഇവിടുത്തെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സി ആൽഫയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ സി എന്ന് പറയുന്നത് കെ സി ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്. കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് പറയുമ്പോൾ സി ആൽഫ, OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ സി ആൽഫ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ സി ഇൻറ്റു സി മൈനസ് സി ആൽഫയാണ്. നമ്മൾ പറയുകയാണ് ഈ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് യൂണിറ്റി ആണ്, കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ആസ് എ റിസൾട്ട് ഇറ്റ് ബിക്കം കെ സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു സി, സി സ്ക്വയർ ആൽഫ സ്ക്വയർ എന്ന് വന്നില്ലേ? സി സ്ക്വയർ ആൽഫ സ്ക്വയർ എന്ന് വന്നു. ദാറ്റ് ഈസ് കെ സി ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ പുതിയൊരു കോൺസ്റ്റൻ്റ് ആണ്. രണ്ട് കോൺസ്റ്റൻറ്റുകളുടെ പ്രോഡക്റ്റ് നമ്മൾ ആസിഡ് ആയപ്പോൾ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് എന്ന് എഴുതി, ബേസ് ആയപ്പം ബേസ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കെ ബി എന്ന് എഴുതി. ഇവിടെ വാട്ടർ ആയതുകൊണ്ട് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വാട്ടർ കെ ഡബ്ല്യു എന്ന് എഴുതുകയാണ്. ദാറ്റ് ഈസ് കെ ഡബ്ല്യു ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ആൽഫ സ്ക്വയർ എന്ന് വരും. കെ ഡബ്ല്യു ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ആൽഫ സ്ക്വയർ. ഇനി ഇങ്ങോട്ടൊന്ന് നോക്കിയേ മക്കളെ, ഇവിടെ വാട്ടറിൻ്റെ കേസിൽ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷനും OH മൈനസിൻ്റെ കോൺസെൻട്രേഷനും സെയിം അല്ലേ? സി ആൽഫ തന്നെയല്ലേ? എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷനും സി ആൽഫയാണ്, OH മൈനസിൻ്റെ കോൺസെൻട്രേഷനും സി ആൽഫയാണ്. ഓക്കെ ആണല്ലോ? എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷനും OH മൈനസിൻ്റെ കോൺസെൻട്രേഷനും സി ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ ദാ നോക്കിയേ, നമുക്കിവിടെ കെ ഡബ്ല്യു എന്ന് പറയുന്നത് ദാ നോക്കിക്കോണേ, കെ ഡബ്ല്യു ദാ ഈ കെ സി ഇൻറ്റു വാട്ടറിൻ്റെ കോൺസെൻട്രേഷനാണ് കെ ഡബ്ല്യു. കെ ഡബ്ല്യു എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എന്നല്ലേ? കെ ഡബ്ല്യു എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ പി എച്ച് എന്ന് പറയുന്നത് എന്താ? പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്. പി എച്ച് എന്ന് പറയുന്നത് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ് അല്ലേ? ഓക്കെ ആണോ? കെ ഡബ്ല്യു ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. നമ്മൾ പറയുന്നു എച്ച് പ്ലസിൻ്റെയും OH മൈനസിൻ്റെയും കോൺസെൻട്രേഷൻ സെയിം ആണ്, രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ കെ ഡബ്ല്യു എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസിൻ്റെ സ്ക്വയർ എന്ന് വരത്തില്ലേ? കാരണം എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷനും OH മൈനസിൻ്റെ കോൺസെൻട്രേഷനും എന്താണ്? സെയിം ആണ്. ആസ് എ റിസൾട്ട് നമുക്ക് എഴുതാം കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് കെ ഡബ്ല്യു ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസിൻ്റെ സ്ക്വയർ. നമുക്ക് വാട്ടർ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റിനുള്ള കുറേ ഇക്വേഷൻസ് ആണ് നമ്മളിപ്പോൾ പറയുന്നത്. കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ആൽഫ സ്ക്വയർ, കോൺസെൻട്രേഷൻ്റെ സ്ക്വയറിനെ ആൽഫയുടെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അടുത്ത കെ ഡബ്ല്യു ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് സ്ക്വയർ. ഇനി അതല്ല എങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് OHും കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് തന്നെയല്ലേ OH? അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് OHൻ്റെ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് OHൻ്റെ സ്ക്വയർ. കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എത്രയാ? സി ആൽഫയാണ് അല്ലേ? അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസിൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് സി ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ഡബ്ല്യു ആണ്. സി ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ഡബ്ല്യു. Therefore, C alpha is equal to എന്താ? റൂട്ട് കെ ഡബ്ല്യു എന്ന് വരും. സി ആൽഫ ഇസ് ഈക്വൽ ടു റൂട്ട് കെ ഡബ്ല്യു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒന്ന് നോക്കിയേ. പി എച്ച് എന്ന് പറയുന്ന ടേമിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. പി എച്ച് എസ് എന്ന് പറയുന്നത് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ്. എന്തിൻ്റെ ആയാലും പി എച്ച് പി റേസ് ടു എച്ച് പി റേസ് ടു OH ആണെങ്കിൽ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH ആയിരിക്കും. അതൊന്ന് പറയാം. എന്താ നോക്കിയേ, പി എച്ച് എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ്. നമ്മൾ എന്ത് ചെയ്തു? വാട്ടറിൻ്റെ ഡിസോസിയേഷൻ പറയുകയാണ്.
H2O ഡിസോസിയേറ്റ് ചെയ്ത് എച്ച് പ്ലസും ഒ എച്ച് മൈനസും ആയിട്ട് മാറുന്നു. വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ സി ആണ് ഇനിഷ്യലി. എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ 0 ആണ്. ഒ എച്ച് മൈനസിൻ്റെ കോൺസെൻട്രേഷനും 0 ആണ്. ഇവിടെ നിന്നും എക്സ് പോയി. എക്സ് എന്ന് പറഞ്ഞാൽ സി ആൽഫയാണ്. സി മൈനസ് സി ആൽഫയാണ്. എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ സി ആൽഫ, ഒ എച്ച് മൈനസിൻ്റെ കോൺസെൻട്രേഷനും സി ആൽഫയാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ സിയുടെ ഇക്വേഷൻ എഴുതുകയാണ്. കെ സി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് ഡിവൈഡഡ് ബൈ വാട്ടർ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മളതിനെ കെ ഡബ്ല്യു എന്ന് വിളിച്ചു. അപ്പോൾ കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ്. കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ്. എച്ച് പ്ലസിൻ്റെയും ഒ എച്ച് മൈനസിൻ്റെയും കോൺസെൻട്രേഷൻ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. അതല്ലെങ്കിൽ കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. വാട്ടറിനെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നേച്ചർ ഓഫ് വാട്ടർ ഈസ് 0. വാട്ടറിൻ്റെ നേച്ചർ എന്താണ്? 0 ആണ്. കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസും കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസും തുല്യമാണ്. നമ്മളിപ്പോൾ എഴുതി ഇക്വേഷനിൽ നിന്നൊന്ന് എഴുതുകയാണ്. കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്. പറയുകയാണ് പൊട്ടൻഷ്യൽ ഓഫ് വാട്ടർ കെ ഡബ്ല്യു എന്ന് പറയുന്നത്, കെ ഡബ്ല്യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വാട്ടർ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കെ ഡബ്ല്യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10⁻⁻14 ആണ് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. കെ ഡബ്ല്യുവിൻ്റെ വാല്യൂ 10⁻⁻14 ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ 10⁻⁻14 ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് എന്നല്ലേ. കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ്. നമ്മൾ പറഞ്ഞു അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് എച്ച് പ്ലസിൻ്റെയും ഒ എച്ച് മൈനസിൻ്റെയും കോൺസെൻട്രേഷൻ തുല്യമാണ്. ആസ് എ റിസൾട്ട് 10⁻⁻14 ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസിൻ്റെ സ്ക്വയർ എന്ന് വരത്തില്ലേ. കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസിൻ്റെ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് പറയുന്നത് 10⁻⁻14 ദ ഹോൾ റേസ് ടു 1/2 എന്നല്ലേ അല്ലേ. 10⁻⁻14 ദ ഹോൾ റേസ് ടു 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻7 അല്ലേ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ. എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻7 ആണ്. നമ്മൾ പറഞ്ഞു അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് എച്ച് പ്ലസിൻ്റെ അതേ കോൺസെൻട്രേഷൻ തന്നെയാണ് ഒ എച്ച് മൈനസിൻ്റെ കോൺസെൻട്രേഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒ എച്ച് മൈനസിൻ്റെ കോൺസെൻട്രേഷൻ എത്രയായിരിക്കും? ഒ എച്ച് മൈനസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10⁻⁻7 തന്നെയായിരിക്കും. അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഈസ് ഈക്വൽ ടു 10⁻⁻7. അറ്റ് കോൺസെൻട്രേഷൻ ഓഫ് 25 ഡിഗ്രി സെൽഷ്യസ് കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് ഈസ് ഓൾസോ 10⁻⁻7. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് വന്നു കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് അല്ലേ. കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് 10⁻⁻7 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് 10⁻⁻7. ആസ് എ റിസൾട്ട് ഇപ്പോൾ കെ ഡബ്ല്യുവിൻ്റെ വാല്യൂ എത്ര എന്ന് വന്നു? 10⁻⁻14 എന്ന് വന്നു. ഇനി ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ. പി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞേ? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ് പി എച്ച്. അങ്ങനെയാണെങ്കിൽ പി ഒ എച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് ആണ്. അങ്ങനെയാണെങ്കിൽ പി കെ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് കെ ഡബ്ല്യു ആണ്. അങ്ങനെയാണെങ്കിൽ പി കെ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഓഫ് ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് പി കെ എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് കെ എ. പി കെ ബി എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് കെ ബി ആണ്. മൈനസ് ലോഗ് കെ ബി ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചോണം. പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് എച്ച് പ്ലസ്. പി ഒ എച്ച് എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് ഒ എച്ച് മൈനസ്. പി കെ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് കെ ഡബ്ല്യു. അടുത്ത പി കെ എ എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് കെ എ. പി കെ ബി എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് കെ ബി ആണ്. ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്ത് നിന്ന് തുടങ്ങാം. കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കെ ഡബ്ല്യുവിൻ്റെ പൊട്ടൻഷ്യൽ എടുക്കാം. പി കെ ഡബ്ല്യു എന്ന് എടുക്കാം. സോ പി കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു അല്ലേ കെ ഡബ്ല്യു മൈനസ് ലോഗ് പി കെ ഡബ്ല്യു എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മൈനസ് ലോഗ് കെ ഡബ്ല്യു എന്നാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. പി കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് കെ ഡബ്ല്യു.
അപ്പോൾ പി കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു നോക്കിക്കോ, പി കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു പി എച്ച് ഇൻ പ്ലസ് പി ഒ എച്ച് ആണ്. പി കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു പി എച്ച് പ്ലസ് പി ഒ എച്ച് ആണ്. കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് ആണ്. പി കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു പി എച്ച് പ്ലസ് പി ഒ എച്ച് ആണ്. പി കെ ഡബ്ല്യുവിൻ്റെ വാല്യൂ എത്രയാ? മൈനസ് ലോഗ് കെ ഡബ്ല്യു. നമുക്ക് അറിയാം കെ ഡബ്ല്യുവിൻ്റെ വാല്യൂ എത്രയാ? 10⁻⁻14 ആണ്. അങ്ങനെയാണെങ്കിൽ പി കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് പി കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് കെ ഡബ്ല്യു, ദാറ്റ് ഈസ് 10⁻⁻14 ആണ്. പി കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് 10⁻⁻14 ആണ്. ഇതാ നോക്കിയേ മക്കളെ, ലോഗ് എ റേസ് ടു എക്സ് എന്ന് പറയുന്നത് എക്സ് ലോഗ് എ ആണ്. ലോഗ് എ റേസ് ടു എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ലോഗ് എ ആണ്. ഇതാ നോക്കിയേ, പി കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് എ റേസ് ടു എക്സ്. എക്സ് എത്രയാ? -14 ആണ്. അങ്ങനെയാണെങ്കിൽ -14 ലോഗ് 10 എന്ന് വരത്തില്ലേ? -14 ലോഗ് 10 എന്ന് പറയുമ്പോൾ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഇല്ലേ? മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. +14 ലോഗ് 10 എന്ന് വരും. +14 ലോഗ് 10 എന്ന് വരും. ഇനി നിങ്ങൾ പഠിക്കേണ്ട കാര്യം, ലോഗ് 10ൻ്റെ വാല്യൂ 1 ആണ്, ലോഗ് 100 2 ആണ്, ലോഗ് 1000 3 ആണ്. ഈ വാല്യൂസ് ഒക്കെ പഠിക്കാതെ എക്സാം ഹോളിലോട്ട് പോകാൻ പറ്റത്തില്ല. ലോഗ് 10 1 ആണ്, ലോഗ് 100 2 ആണ്, ലോഗ് 1000 3 ആണ്. ലോഗ് എ റേസ് ടു എക്സ് എന്ന് പറയുന്നത് എക്സ് ലോഗ് എ ആണ്. പി എച്ച് എന്ന് പറയുന്നത് പി എച്ച് അല്ലെങ്കിൽ പി എക്സ്, ഇങ്ങനെ നിങ്ങൾ ജനറലായിട്ട് പഠിച്ചു വെക്കുക. പി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് എക്സ് ആണ്. പി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ പി കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് കെ ഡബ്ല്യു, പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് എച്ച് പ്ലസ്, പി ഒ എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് ഒ എച്ച് മൈനസ്. അങ്ങനെയാണെങ്കിൽ പി കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് കെ ഡബ്ല്യു. കെ ഡബ്ല്യുവിൻ്റെ വാല്യൂ എത്രയാണ്? നമ്മൾ മുമ്പേ പറഞ്ഞു 10⁻⁻14 ആണ്. അപ്പോൾ ലോഗ് എ റേസ് ടു എക്സ് എന്ന് പറയുന്ന ഫോർമുലയിലാണ്. എക്സ് ലോഗ് എ ആണ്. എക്സ് -14 ആണ്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. 14 ലോഗ് 10 എന്ന് വരും. ലോഗ് 10ൻ്റെ വാല്യൂ 1 ആണ്. ആസ് എ റിസൾട്ട് പി കെ ഡബ്ല്യുവിൻ്റെ വാല്യൂ എത്ര എന്ന് വന്നു? 14 എന്ന് വന്നു. പി കെ ഡബ്ല്യുവിൻ്റെ വാല്യൂ എത്രയാ? 14 ആണ്. നോക്കിയേ മക്കളെ, പി കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു പി എച്ച് പ്ലസ് പി ഒ എച്ച് അല്ലേ? പി എച്ച് പ്ലസ് പി ഒ എച്ച് ആണ്. ദെൻ പി കെ ഡബ്ല്യുവിൻ്റെ വാല്യൂ 14 എന്ന് വരണമെങ്കിൽ പി എച്ചിൻ്റെ വാല്യൂ എത്രയായിരിക്കും? നമ്മൾ പറഞ്ഞു എച്ച് പ്ലസിൻ്റെയും ഒ എച്ച് മൈനസിൻ്റെയും കോൺസെൻട്രേഷൻ സെയിം ആണ്. ഇതാ നോക്കിക്കോ, പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് അല്ലേ? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് അല്ലേ പി എച്ച് എന്ന് പറയുന്നത്? എച്ച് പ്ലസിൻ്റെയും ഒ എച്ച് മൈനസിൻ്റെയും കോൺസെൻട്രേഷൻ സെയിം ആണ്. ആസ് എ റിസൾട്ട് പി ഒ എച്ച് എന്ന് പറയുന്നത് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് അല്ലേ? അല്ലേ? അപ്പോൾ പി കെ ഡബ്ല്യു എന്ന് പറയുന്നത് പി എച്ച് പ്ലസ് പി ഒ എച്ച് ആണ്. പി എച്ച് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്. അങ്ങനെയാണെങ്കിൽ പി ഒ എച്ചിന് പകരവും മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് എഴുതിക്കൂടെ? ദെയർഫോർ പി കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു, പി എച്ചിന് പകരം എന്ത് എഴുതാം? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് എഴുതാം. പ്ലസ് പി ഒ എച്ച്, പി ഒ എച്ച് എന്ത് തന്നെയാണ്? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് തന്നെയാണ്. ദാറ്റ് ഈസ് മൈനസ് ലോഗ് എച്ച് പ്ലസ് മൈനസ് 2 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് വരത്തില്ലേ? -2 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്. പി കെ ഡബ്ല്യുവിൻ്റെ വാല്യൂ എത്രയാണ് വന്നേക്കുന്നത്? 14 ആണ് അല്ലേ? 14 ആണ്. ഓക്കെ ആണോ? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ലോഗ് എ മൈനസ് ലോഗ് ബി അല്ലെങ്കിൽ ലോഗ് എ ബൈ ബി എന്ന് വരും. ലോഗ് എ ബൈ ബി എന്ന് വരും. ലോഗ് എ മൈനസ് ലോഗ് ബി ലോഗ് എ ബൈ ബി എന്ന് വരും. അതൊന്നും ചെയ്യേണ്ട, നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. എച്ച് പ്ലസിൻ്റെയും ഒ എച്ച് മൈനസിൻ്റെയും കോൺസെൻട്രേഷൻ സെയിം ആണ്. ആസ് എ റിസൾട്ട് പി എച്ചിൻ്റെയും പി ഒ എച്ചിൻ്റെയും വാല്യൂ സെയിം ആണ്. പി എച്ചും പി ഒ എച്ചും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 14 കിട്ടണം. പി എച്ചിൻ്റെ വാല്യൂ തന്നെ ആയിരിക്കണം പി ഒ എച്ചിൻ്റെ വാല്യൂ. ആസ് എ റിസൾട്ട്
പി എച്ച് നമുക്ക് എത്രയാണ്? PKW 14 എന്ന് കിട്ടണമെങ്കിൽ പി എച്ചിൻ്റെ വാല്യൂ തന്നെ ആയിരിക്കത്തില്ലേ POHൻ്റെ വാല്യൂ? ദാറ്റ് ഈസ് പി എച്ചിൻ്റെ വാല്യൂ 7 പ്ലസ് POHൻ്റെ വാല്യൂ 7. അതുകൊണ്ടാണ് നമ്മുടെ വാട്ടർ എന്തായിട്ട് മാറിയത്? ന്യൂട്രലായിട്ട് മാറിയത്. അതിനകത്തുള്ള H+ അയോണിൻ്റെയും OH- അയോണിൻ്റെയും കോൺസെൻട്രേഷൻ സെയിം ആണ്. ആസ് എ റിസൾട്ട് ഇത് ന്യൂട്രലായിട്ട് മാറുന്നു. PKWൻ്റെ വാല്യൂ H+ൻ്റെ കോൺസെൻട്രേഷൻ പ്ലസ് ഓർ PH പ്ലസ് POH ആണ് PKW എന്ന് പറയുന്നത്. ആസ് എ റിസൾട്ട് PKWൻ്റെ വാല്യൂ എത്രയാണ്? 14 ആണ്. ക്ലിയർ ആയല്ലോ? ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള കുറേ ടേംസ് എന്ന് പറയുന്നത് എന്താണ് P⁻x എന്ന് പറയുന്നത്. P⁻x ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് എക്സ് ആണ്. ആ ടേമുകളെല്ലാം പഠിച്ചോണേ. Px ഈസ് ഈക്വൽ ടു P⁻x എന്ന് പറയുന്നത് മൈനസ് ലോഗ് എക്സ് ആണ്. അപ്പോൾ PH എന്ന് പറയുന്നത് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ്, POH മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്, PKW മൈനസ് ലോഗ് KW, PKA മൈനസ് ലോഗ് KA, PKB മൈനസ് ലോഗ് KB ആണ്. ഇനി KW ലോഗ് A⁻x എന്ന് പറയുന്നത് x ലോഗ് A ആണ്. ലോഗ് 10ൻ്റെ വാല്യൂ 1 ആണ്. ലോഗ് 100 2 ആണ്. ലോഗ് 1000 3 ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ലോഗ് 4 നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് 4 എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ലോഗ് 4നെ ലോഗ് 2ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. ലോഗ് A⁻x എന്ന് പറയുന്ന ഫോർമുലയിലാണ്. ആസ് എ റിസൾട്ട് എക്സ് ലോഗ് എ എന്ന് വരും. എക്സ് ലോഗ് എ. ഇനി പഠിച്ചു വെക്കുക, ലോഗ് 2ൻ്റെ വാല്യൂ 0.3010 ആണ്. ലോഗ് 2ൻ്റെ കുറേ ലോഗ് 1 തൊട്ട് 9 വരെയുള്ള വാല്യൂസ് കാണാതെ പഠിച്ച് വെച്ചേ പറ്റത്തുള്ളൂ. ആ സമയത്ത് നമുക്ക് ഈ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. നമുക്ക് പെട്ടെന്ന് പ്രോബ്ലം ചെയ്തു പോകണം. സമയം വളരെ കുറവാണ്. ആ സമയത്തിനുള്ളിൽ ലോഗരിതം ടേബിൾ അല്ലെങ്കിൽ ഫ്രണ്ടിൽ തന്നിരിക്കുന്നത് നോക്കാനുള്ള സമയമൊന്നും നമുക്കില്ല. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം കാണാതെ പഠിച്ച് വെക്കുക. ലോഗ് 2ൻ്റെ വാല്യൂ എത്രയാണ്? 0.3010 ആണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിലേക്ക് വരാം. ദാ നേച്ചർ ഓഫ് വാട്ടർ ഈസ് ന്യൂട്രൽ. വാട്ടറിൻ്റെ നേച്ചർ എന്താണ്? ന്യൂട്രൽ ആണ്. കാരണം H+ൻ്റെ കോൺസെൻട്രേഷനും OH- കോൺസെൻട്രേഷനും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് H+ൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻7 ആണ്. അതുപോലെ തന്നെ OH- കോൺസെൻട്രേഷനും 10⁻⁻7 ആണ്. ദെൻ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് pH ഓഫ് വാട്ടർ, pH എത്രയാണ്? 7 ആണ്. POH 7 ആണ്. PKW എന്ന് പറയുന്നത് എന്താ? PKW എന്ന് പറയുന്നത് PH പ്ലസ് POH ആണ്. PH 7 ആണ്, POH 7 ആണ്. 7 + 7 എത്രയാ? 14 ആണ്. ദെൻ നമ്പർ ഓഫ് മോൾസ് ഇൻ 1 ലിറ്റർ വാട്ടർ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറന്നു പോകാതെ എപ്പോഴും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ട കാര്യങ്ങളാണ്. 1 ലിറ്റർ വാട്ടറിനകത്തുള്ള നമ്പർ ഓഫ് വാട്ടർ മോൾസിൻ്റെ എണ്ണം. അതായത് 1 ലിറ്റർ വെള്ളം തരികയാണെങ്കിൽ അതിനകത്ത് എത്ര മോളുകളുണ്ട്, എത്ര മോളുകളാണ് അവിടെ ഉള്ളത്, അത് കണ്ടുപിടിക്കാൻ വേണ്ടി 1 ലിറ്റർ എന്ന് പറയുമ്പോൾ 1000 ml ആണല്ലേ. 1000 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാ? 18 ആണ്. സോ 1 ലിറ്റർ വാട്ടറിലുള്ള മോളുകളുടെ എണ്ണം 55.5 ആണ്. ഇത്ര മോളുകളുണ്ടെങ്കിൽ എത്ര മോളിക്യൂളുകൾ ഉണ്ടാകും? നമ്മൾ സ്റ്റോഷിയോമെട്രിയിൽ ആദ്യം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ നമ്മൾ പറയുന്നതാണ്, മോളുകളുടെ എണ്ണം തന്നിട്ടുണ്ടെങ്കിൽ മോളിക്യൂളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമുക്കറിയാം 1 മോൾ ഈസ് ഈക്വൽ ടു അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഒരു മോളിൽ എത്ര മോളിക്യൂൾ ഉണ്ട്? അവഗാഡ്രോ നമ്പർ ഉണ്ട്. 1 ലിറ്റർ വാട്ടർ എടുത്താൽ എത്ര മോൾ ഉണ്ടെന്നാ പറഞ്ഞേ? 55.5 മോളുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 ലിറ്റർ വാട്ടറിലുള്ള മോളിക്യൂളുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? 1 ലിറ്റർ വാട്ടറിൽ മോളുകളുടെ എണ്ണം 55.5 ആണ്. 1 ലിറ്റർ വാട്ടറിലെ മോളിക്യൂളുകളുടെ എണ്ണം മോളുകളുടെ എണ്ണത്തെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ദാ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻ 1 ലിറ്റർ വാട്ടർ ദാറ്റ് ഈസ് 55.5 ഇൻറ്റു Na. Na എന്ന് പറയുന്ന അവഗാഡ്രോ നമ്പറാണ്. അതിൻ്റെ വാല്യൂ 6.022 ഇൻറ്റു 10⁻23 ആണ്. അതൊന്നും മറന്നു പോകരുത്, കോൺസ്റ്റൻ്റ് ആണ്. അടുത്ത നോക്കിയേ, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ. 1 ലിറ്റർ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ, മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം. വോളിയം എന്ന് പറയുമ്പോൾ ലിറ്ററിലാണ്. 1 ലിറ്ററിലുള്ള മോളുകളുടെ എണ്ണമാണ്. 1 ലിറ്ററിലുള്ള മോളുകളുടെ എണ്ണം 55.5 ആണ്. അതിൻ്റെ കോൺസെൻട്രേഷൻ 55.5 മോൾ പെർ ലിറ്റർ ആണ്. വെരി 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 ഇമ്പോർട്ടൻ്റ്. ഒരുപാട് തവണ ക്വസ്റ്റ്യനുകളിൽ കണ്ടിട്ടുള്ളതാണ്.
how many number of moles അല്ലെങ്കിൽ number of moles present in 1 liter of water at 25 degrees Celsius. 25 degrees Celsiusൽ 1 ലിറ്റർ വാട്ടറിലുള്ള മോളുകളുടെ എണ്ണം എത്രയാ 55.5 ആണ്. മോളിക്യൂളുകളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ അതിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അടുത്ത നോക്കിയേ, കോൺസെൻട്രേഷൻ ഓഫ് H+ ആൻഡ് OH- അയോൺ ഇൻ 1 ലിറ്റർ വാട്ടർ എത്രയാ 10⁻⁻7 ആണ്. pH 7 ആണ്. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10⁻⁻7 ആണ്. 25 ഡിഗ്രി സെൽഷ്യസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പറയുന്നുണ്ട്. 25 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമാണ് H+ൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻7, OH- കോൺസെൻട്രേഷൻ 10⁻⁻7. നമ്പർ ഓഫ് H+ ആൻഡ് OH- അയോൺ ഇൻ 1 ലിറ്റർ വാട്ടർ, അയോണുകളുടെ എണ്ണമാണ്. മോളുകളുടെ എണ്ണത്തെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രയും മോളുണ്ട്, അതിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര അയോൺ ഉണ്ടെന്ന് മനസ്സിലാകും. ദെൻ ഇൻ വാട്ടർ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് H+ അയോൺസ്. വാട്ടറിൽ എത്ര H+ അയോൺ ഉണ്ടോ അത്രയും തന്നെ വാട്ടർ മോളിക്യൂൾ ഉണ്ടാകും. ഉദാഹരണത്തിന് 5 മോളിക്യൂൾ വാട്ടറിൽ എത്ര H+ അയോൺ ഉണ്ട്? 5 H+ അയോൺ ഉണ്ട്. നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് H+ അയോൺ. Okay, 1 H+ ion is obtained from 55.5 into 10⁻⁷ hydrogen water molecule. അതായത് ഒരു H+ അയോൺ നമുക്ക് കിട്ടുന്നത് ഇത്രയും വാട്ടർ മോളിക്യൂളിൽ നിന്നാണ്. ഇത്രയും വാട്ടർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ 55.5 into 10⁻⁷ വാട്ടർ മോളിക്യൂളിൽ നിന്നാണ് ഒരു H+ അയോൺ നമുക്ക് കിട്ടുന്നത്. ഒരു H+ അയോൺ. ഓക്കെ, അപ്പോൾ എന്താണ് pH? വാട്ടറിൻ്റെ ഡിസോസിയേഷൻ എന്താണ്? വാട്ടറിൻ്റെ ഡിസോസിയേഷനെ വിളിക്കുന്ന പേരാണ് വാട്ടറിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റിനെയാണ് KW എന്ന് വിളിക്കുന്നത്. KW എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നെല്ലാം നമ്മൾ പഠിച്ചു, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതാണ്. ഇതിൽ നിങ്ങൾ മറന്നു പൊക്കൂടാത്ത കാര്യങ്ങളാണ്. എന്താണ് pH? pH is equal to -log കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. POH എന്താണ്? -log കോൺസെൻട്രേഷൻ ഓഫ് OH-. log 2ൻ്റെ വാല്യൂ എത്ര? log 2ൻ്റെ വാല്യൂ 0.3010, 0.3010. log A⁻x, x log A ആണ്. log 10 1 ആണ്. log 100 2, log 1000 3. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ pHൻ്റെ പ്രോബ്ലം ചെയ്യാനായിട്ട് തുടങ്ങാവുള്ളൂ. ഇത് നല്ലപോലെ ബൈ ഹാർട്ട് ചെയ്യണം. പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. നല്ല കൺഫ്യൂഷനാണ് നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ. പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് പോലും നല്ല കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നല്ല ക്ലിയർ ആക്കിയിട്ട് വേണം പ്രോബ്ലത്തിലോട്ട് കടക്കാനായിട്ട്. ഓക്കെ, അടുത്ത് നോക്കിയേ, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. വാട്ടറിൻ്റെ അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് അയണൈസേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് H+ഉം OH- ആകുന്നു. ഇക്വിലിബ്രിയത്തിലാണ് സിസ്റ്റം. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷനെ നമ്മൾ C എന്നെടുത്തു. കുറച്ച് മുമ്പേ പറഞ്ഞത് അതൊന്നിട്ട് ടേബിളാക്കി മാറ്റിയെന്നുള്ളതേ ഉള്ളൂ. H+, OH-. ഇനിഷ്യലി H+ൻ്റെ കോൺസെൻട്രേഷൻ 0 ആണ്. OH- കോൺസെൻട്രേഷനും 0 ആണ്. ഇക്വിലിബ്രിയത്തിലെത്തി. ഇവിടെ നിന്നും C∝ പോയി. C- ആണ് കോൺസെൻട്രേഷൻ. ഇവിടുത്തെ H+ൻ്റെ കോൺസെൻട്രേഷൻ C∝, OH- കോൺസെൻട്രേഷൻ C∝ ആണ്. അങ്ങനെയാണെങ്കിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ C∝ ആണ്. ആൽഫ എന്ന് പറയുന്നത് H+ൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്നാണ് പറഞ്ഞത്? 25 ഡിഗ്രി സെൽഷ്യസിലുള്ള H+ൻ്റെ കോൺസെൻട്രേഷൻ C∝ ആണ്. H+ൻ്റെ കോൺസെൻട്രേഷൻ അത് എത്രയാ? 10⁻⁻7 ആണ്. -7 ആണ്. ആൽഫ ഈസ് ഈക്വൽ ടു 10⁻⁻7 ഡിവൈഡഡ് ബൈ 55.5 ആണ്. ആൽഫ ഈസ് ഈക്വൽ ടു വാട്ടർ H+ൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് 1 ലിറ്റർ വാട്ടർ. കോൺസെൻട്രേഷൻ ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 55.5 മോളാണ്. അതിനെ വാട്ടറിൻ്റെ H+ൻ്റെ കോൺസെൻട്രേഷനെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓസ്റ്റ്വാൾഡ് ഡയലൂഷൻ അനുസരിച്ച് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് പറയുന്നത് 1.8 into 10⁻⁻7% ആണ്. ഓക്കെ,
നെക്സ്റ്റ് അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വാട്ടർ. ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഓഫ് വാട്ടർ ആൽഫയുടെ വാല്യൂ. ഇനി അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വാട്ടർ ദാറ്റ് ഇസ് KWൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. KW അല്ലെങ്കിൽ K എന്ന് പറയുന്നത് 1.8 × 10⁻⁻16 അല്ലെങ്കിൽ 10⁻⁻7 × 10⁻⁻7. കാരണം വാട്ടറാണ്, വാട്ടറിനകത്ത് H+ ഉണ്ട് OH- ഉണ്ട്. അപ്പോൾ H+ൻ്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു OH- കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ വാട്ടറിൻ്റെ 1 ലിറ്റർ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ അത് എത്രയാ 55.5 ആണ്. വാല്യൂ 1.6 × 10⁻⁻16 എന്ന് വരും. ബൈ ഹാർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വാട്ടർ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വാട്ടർ ആൽഫ എന്ന് പറയുന്നത് 1.8 × 10⁻⁷% ആണ്. ഇനി അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വാട്ടർ KWൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.8 × 10⁻⁻16 ആണ്. അടുത്ത അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ KW കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH-, അതും എത്ര തന്നെയാണ് 10⁻⁻14 ആണ്. KWൻ്റെ വാല്യൂ 10⁻⁻14 ആണ്. ദെൻ ദ ഇക്വേഷൻസ് ആണ്. KWൻ്റെ വാല്യൂ കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു OH-, ഇതൊക്കെ ഞാൻ ഓൾറെഡി എഴുതി കഴിഞ്ഞതാണ്. KW കോൺസെൻട്രേഷൻ ഓഫ് H+ൻ്റെ സ്ക്വയർ, KW കോൺസെൻട്രേഷൻ ഓഫ് OH- സ്ക്വയർ. നമുക്ക് ഹൈഡ്രോക്സൈഡ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ മാത്രമേ തരുന്നുള്ളൂ. KW കണ്ടുപിടിക്കണം, എന്ത് ചെയ്യണം, OH- സ്ക്വയർ എടുത്താൽ മതി. H+ കോൺസെൻട്രേഷൻ മാത്രമേ തരുന്നുള്ളൂ. KW കണ്ടുപിടിക്കണം, H+ കോൺസെൻട്രേഷൻ്റെ സ്ക്വയർ ആണ്. അടുത്ത KW എന്ന് പറയുന്നത് H3O+ ഇൻറ്റു OH-. H3O+ എന്ന് പറഞ്ഞാൽ H+ ആണ്, H+ ഇൻറ്റു OH- ആണ്. KW is equal to H3O+ൻ്റെ സ്ക്വയർ. എന്താ കാരണം, H+ൻ്റെയും OH-ൻ്റെയും കോൺസെൻട്രേഷൻ തുല്യമാണ്. കോൺസെൻട്രേഷൻ ഓഫ് H+ തന്നെയാണ് കോൺസെൻട്രേഷൻ ഓഫ് OH-. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- പകരം കോൺസെൻട്രേഷൻ ഓഫ് H+ തന്നെ എഴുതാം. ദാ നോക്കിക്കോ, കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- എന്നല്ലേ. അപ്പോൾ H+നെ പകരം നമ്മൾ എഴുതുന്നതാണ് H3O+. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് H3O+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH-. ഇത് രണ്ടും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H3O+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H3O+ എന്ന് എഴുതിക്കൂടെ. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് H3O+ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. കോൺസെൻട്രേഷൻ ഓഫ് H3O+ൻ്റെ സ്ക്വയർ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. KW കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- ആണ്. നമ്മൾ ലോഗരിതം എടുക്കുമ്പോൾ നെഗറ്റീവ് ലോഗരിതം എടുക്കുക. മൈനസ് ലോഗ് KW is equal to മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH-. മൈനസ് ലോഗ് KWനെ വിളിക്കുന്ന പേരെന്താ, PKW. മൈനസ് ലോഗ് H+ PH, മൈനസ് ലോഗ് OH- POH. അപ്പോൾ PKW എന്ന് പറയുന്നത് PHA + POH ആണ്. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രം ഒരു ടേബിൾ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആണ്. നമുക്കറിയാം, ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് കൂടുതൽ മോളിക്യൂൾസ് എന്ത് ചെയ്യും, ഡിസോസിയേറ്റ് ചെയ്യും. അയോണുകളുടെ എണ്ണം കൂടും. അയോണുകളുടെ എണ്ണം കൂടുമ്പോൾ അയോണുകളുടെ കോൺസെൻട്രേഷൻ കൂടും. കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് KWൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, കൂടുകയാണ്. KWൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, കൂടുകയാണ്. ഇതാ നോക്കിയേ, KW is equal to കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH-. ടെമ്പറേച്ചർ കൂട്ടി. ആസ് എ റിസൾട്ട് ഇവിടുത്തെ കോൺസെൻട്രേഷൻ കൂടി. കോൺസെൻട്രേഷൻ കൂടിയാൽ തീർച്ചയായിട്ടും KWൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, കൂടുകയാണ്. PKW എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് ലോഗ് KW ആണല്ലേ. ഉദാഹരണത്തിന് KWൻ്റെ വാല്യൂ 2 ആണെന്ന് വിചാരിക്കാം. KWൻ്റെ വാല്യൂ 2 ആണ്. PKW എന്ന് പറഞ്ഞാൽ എന്താ, PKW is equal to മൈനസ് ലോഗ് 2 ആണ്. ലോഗ് 2ൻ്റെ വാല്യൂ 0.3010 ആണ്. അങ്ങനെയാണെങ്കിൽ PKWൻ്റെ വാല്യൂ മൈനസ് 0.3010 എന്ന് വരത്തില്ലേ. KBയുടെ വാല്യൂ 2 ആണ്. PKBയുടെ വാല്യൂ എത്രയാ, മൈനസ് 0.3010. ഇനി ഞാൻ പറയാണ് KWൻ്റെ വാല്യൂ 4 ആണ്. KWൻ്റെ വാല്യൂ 4 ആണ്. അങ്ങനെയാണെങ്കിൽ PKW is equal to മൈനസ് ലോഗ് 4 എന്നല്ലേ. ലോഗ് 4നെ ലോഗ് 2ൻ്റെ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. അങ്ങനെയാണെങ്കിൽ 2 ലോഗ് 2 എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് 2 ഇൻറ്റു 0.3010 ആണ്. 0.3010. ആസ് എ റിസൾട്ട് മൈനസ്
-0.6020 എന്ന് കിട്ടത്തില്ലേ? -0.6020. ദാ ഇവിടെ KWൻ്റെ വാല്യൂ 2, അവിടുത്തെ PKWൻ്റെ വാല്യൂ 0.3010. KWൻ്റെ വാല്യൂ കൂട്ടി, PKWൻ്റെ വാല്യൂ എന്ത് ചെയ്തു? കുറഞ്ഞു. ക്ലിയർ ആയോ? KWൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് PKWൻ്റെ വാല്യൂ കുറയുകയാണ്. H+ൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് pH വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. OH- കോൺസെൻട്രേഷൻ കൂട്ടിയാൽ POHൻ്റെ വാല്യൂ കുറയും. എപ്പോഴാണോ കോൺസെൻട്രേഷൻ ടേം കൂടിക്കൂടി വരുന്നത്, പൊട്ടൻഷ്യൽ ഓഫ് ദാറ്റ് ടേം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറഞ്ഞുകൊണ്ടിരിക്കുക. H+ൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ pHൻ്റെ വാല്യൂ കുറയും. OH- കോൺസെൻട്രേഷൻ കൂടിയാൽ POH വാല്യൂ കുറയും. KWൻ്റെ വാല്യൂ കൂടിയാൽ PKWൻ്റെ വാല്യൂ കുറയും. മനസ്സിലങ്ങ് തറവാക്കിക്കോണം. H+ കോൺസെൻട്രേഷൻ കൂടിയാൽ, ആരുടെ കോൺസെൻട്രേഷൻ ആയിക്കോട്ടെ, അത് H+ ആയിക്കോട്ടെ, OH- ആയിക്കോട്ടെ, KW ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, കോൺസെൻട്രേഷൻ കൂടിയാൽ പൊട്ടൻഷ്യൽ ഓഫ് ദാറ്റ് ടേം എന്ത് ചെയ്യുക? കുറയുകയാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു, ടെമ്പറേച്ചർ കൂട്ടുന്നു, കൂടുതൽ കൂടുതൽ വാട്ടർ മോളിക്യൂൾസ് അയോണുകളായിട്ട് മാറുന്നു. ആസ് എ റിസൾട്ട് അയോണുകളുടെ കോൺസെൻട്രേഷൻ കൂടുന്നു. അയോണുകളുടെ കോൺസെൻട്രേഷൻ എന്ന് കൂടിയാൽ തീർച്ചയായിട്ടും KWൻ്റെ വാല്യൂ എന്ത് ചെയ്യുക? കൂടുകയാണ്. ഈ ഒരു റിലേഷൻ പഠിച്ചോണം. ടെമ്പറേച്ചർ കൂട്ടുന്നു, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടും. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ അയോണുകളുടെ എണ്ണം കൂടുന്നു. അയോണുകളുടെ എണ്ണം കൂടിയാൽ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കൂടുന്നു. ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കൂടിയാൽ പൊട്ടൻഷ്യൽ ഓഫ് ദാറ്റ് ടൈം എന്ത് ചെയ്യുക? കുറയുകയാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കണം. ഒരിക്കലും ബൈഹാർട്ട് ചെയ്ത് നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം പാസ് ഔട്ട് ആവാൻ പറ്റത്തേയില്ല. ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ആ പ്രോബ്ലത്തിന് കറക്റ്റ് ആൻസറിൽ എത്താൻ പറ്റൂ. കാരണം റിപ്പീറ്റ് ചെയ്തല്ല ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്വസ്റ്റ്യൻ മോഡൽ റിപ്പീറ്റ് ചെയ്ത് വരും, ക്വസ്റ്റ്യൻസ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ബൈഹാർട്ട് ചെയ്തുകൊണ്ട് പോയി ആൻസർ എഴുതാൻ പറ്റത്തേയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അത് മനസ്സിലാക്കി കൊണ്ടുവരിക. ഇപ്പോൾ പറയുന്നതിനോടൊപ്പം നിങ്ങളും കൂടെ ഒന്ന് ലെക്ചറായിട്ട് അതിൻ്റെ നോട്ട്സ് എഴുതി വെച്ചാൽ നിങ്ങളുടേതായ രീതിയിൽ അത് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വന്നേ? ടെമ്പറേച്ചർ ഡിഗ്രി ഓഫ് ഡിസോസിയേഷന് വേരിയേഷൻ വരുത്തുന്നുണ്ടോ? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ടെമ്പറേച്ചർ കൂട്ടിയാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടും. ഡിസോസിയേഷൻ കൂടിയാൽ അയോണുകളുടെ എണ്ണം കൂടും. ദാറ്റ് മീൻസ് അയോണുകളുടെ കോൺസെൻട്രേഷൻ കൂടും. കോൺസെൻട്രേഷൻ കൂടിയാൽ KWൻ്റെ വാല്യൂ കൂടും. KWൻ്റെ വാല്യൂ കൂടിയാൽ തീർച്ചയായിട്ടും പൊട്ടൻഷ്യൽ ഓഫ് ദാറ്റ് ടൈം എന്ത് ചെയ്യുക? കുറയുകയാണ്. ഓക്കെ, നമുക്കിതിനെ ബേസ് ചെയ്ത് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇഫ് concentration of H+ equal to 5/3 into 10⁻⁻⁴, then find pH. H+ൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, pH കണ്ടുപിടിക്കുക. ആദ്യമേ നമുക്ക് pHൻ്റെ ഇക്വേഷൻ എഴുതാം. pH is equal to മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. കോൺസെൻട്രേഷൻ ഓഫ് H+ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് കോൺസെൻട്രേഷൻ ഓഫ് H+? 5/3 into 10⁻⁻⁴ ആണ്. Therefore, pH is equal to minus log 5/3 into 10⁻⁻⁴ ആണ്. ഓക്കെ, ലോഗ് A ഇൻറ്റു ബി എന്ന് പറയുന്ന ഫോമുലേക്ക് കിടക്കുക. ഓരോ ഇക്വേഷൻ, ഓരോ പ്രോബ്ലം വരുമ്പോഴും നമ്മൾ പുതുതായിട്ട് ഓരോരോ ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. അതെല്ലാം സൈഡിലോട്ട് എഴുതി പോവാം. ലോഗ് A ഇൻറ്റു ബി എന്ന് പറയുന്നത് ലോഗ് A പ്ലസ് ലോഗ് ബി ആണ്. അതേപോലെ ലോഗ് A/B എന്ന് പറയുന്നത് ലോഗ് A മൈനസ് ലോഗ് ബി ആണ്. ഇത് രണ്ടും പഠിച്ചോണേ. ലോഗരിതത്തിൻ്റെ കുറേ കളികളുണ്ട് ഈ ചാപ്റ്ററിനകത്ത്. ലോഗ് AB ഈസ് ഈക്വൽ ടു ലോഗ് A പ്ലസ് ലോഗ് ബി. ലോഗ് A/B എന്ന് പറയുന്നത് ലോഗ് A മൈനസ് ലോഗ് ബി ആണ്. അപ്പോൾ നോക്കിയേ, ലോഗ് A ഇൻറ്റു ബി എന്ന് പറയുന്ന ഫോമുലയിലാണ്. അങ്ങനെയാണെങ്കിൽ ദാ ഈ മൈനസിങ് പുറത്ത് കിടന്നോട്ടെ, ബാക്കിയുള്ളത് നമുക്ക് എടുക്കാം. ലോഗ് A ഈസ് ലോഗ് 5/3 ഇൻറ്റു ലോഗ് ബി അല്ലേ, പ്ലസ് ലോഗ് 10⁻⁻⁴ ആണ്. യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ്, ഇവിടെ ലോഗ് A/B എന്ന് പറയുന്ന ഫോമുലയിലല്ലേ, ലോഗ് 5/3 ലോഗ് A/B അല്ലേ. ലോഗ് A/B എന്താ? ലോഗ് A മൈനസ് ലോഗ് ബി ആണ്.
As a result, log 5 minus log 3 plus log a raised to x എന്ന് പറയുന്ന ഫോർമുലയല്ലേ? log a raised to x എന്തായിരുന്നു? log a raised to x is equal to x log a ആണ്. സോ log 10 raised to minus 4 എന്ന് പറയുന്നത് മൈനസ് 4 log 10 ആണ്. log 10ൻ്റെ വാല്യൂ 1. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കൊണ്ട് അങ്ങ് ഓപ്പൺ ചെയ്യുക. മൈനസ് log 5 മൈനസ് ഓഫ് മൈനസ് പ്ലസ് log 3 മൈനസ് ഓഫ് മൈനസ് പ്ലസ് 4 ആണ്. log 2ൻ്റെ വാല്യൂ 0.3010, log 3 0.4771, log 4 0.6020, log 5 0.6990. ഇങ്ങനെയാണ് ലോഗരിതത്തിൻ്റെ വാല്യൂ. കുറേ എണ്ണം, അതായത് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് 1 തൊട്ട് 9 വരെയുള്ള 2 തൊട്ട് 9 വരെയുള്ള വാല്യൂസ് പഠിച്ച് വെക്കുക. ഇപ്പം നമുക്ക് log 5ഉം log 3യും മതി. log 5ൻ്റെ വാല്യൂ മൈനസ് 0.6990, log 3യുടെ വാല്യൂ 0.4771 പ്ലസ് 4 ആണ്. ദാറ്റ് ഈസ് 4.4771 മൈനസ് 0.6990, 3.7781 എന്ന് വരും. ദാറ്റ് ഈസ് പി എച്ച് ഇസ് ഈക്വൽ ടു 3.7781 ആണ്. എങ്ങനെയാണ് പി എച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷനാണ്, 3.77 ആണ് പി എച്ച്. നമുക്ക് പറയാൻ പറ്റും പി എച്ചിൻ്റെ വാല്യൂ വെച്ചിട്ട് അത് അസിഡിക് ആണോ ബേസിക് ആണോ, അല്ലെങ്കിൽ തന്നെ അറിയാം എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ തന്നാൽ അത് അസിഡിക് ആണ്. ഇനി സ്ട്രോങ് ആസിഡ് ആണോ വീക്ക് ആസിഡ് ആണോ, 7നോട് അടുത്ത വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അത് വീക്ക് ആസിഡ് ആണ്. 7നേക്കാൾ ഒരുപാട് വാല്യൂ കുറയുന്നതിനനുസരിച്ച് അസിഡിക് ക്യാരക്ടർ കൂടും. തന്നിരിക്കുന്ന ആസിഡ് സ്ട്രോങ് ആസിഡ് ആണ്. സോ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് 3.77 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ആണ്. H2SO4 ഈസ് എ സ്ട്രോങ് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ഒരു സ്ട്രോങ് ആസിഡ് ആണ്. നമ്മൾ ഈ പി എച്ചോ കാര്യങ്ങളോ ഒന്നും പഠിക്കാതെ തന്നെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. ആസിഡുകളെ രണ്ടായിട്ട് തിരിക്കുന്നു, മിനറൽ ആസിഡ് എന്നും ഓർഗാനിക് ആസിഡ് എന്നും. ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ആസിഡുകളെ മിനറൽ ആസിഡ് എന്നും നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ആസിഡുകളെ ഓർഗാനിക് ആസിഡ് എന്നും വിളിക്കുന്നു. അതിന് എക്സാമ്പിളുകളാണ് ഫോമിക് ആസിഡ്, ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഫോമിക് ആസിഡ്, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന അസറ്റിക് ആസിഡ്, തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ഓക്സാലിക് ആസിഡ്. ഇതെല്ലാം ഓർഗാനിക് ആസിഡുകളാണ്. എന്നാൽ ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്ന സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് തുടങ്ങിയവയെല്ലാം മിനറൽ ആസിഡാണ്. പിന്നെയും നമ്മൾ ആസിഡുകളെ രണ്ടായിട്ട് തിരിക്കുന്നു, സ്ട്രോങ് ആസിഡ് എന്നും വീക്ക് ആസിഡ് എന്നും. ഓൾ മിനറൽ ആസിഡ്സ് ആർ സ്ട്രോങ് ആസിഡ്. എല്ലാ മിനറൽ ആസിഡുകളും, എല്ലാ ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ആസിഡുകളും സ്ട്രോങ് ആസിഡുകളാണ്. എന്നാൽ ഓർഗാനിക് ആസിഡുകളെല്ലാം വീക്ക് ആസിഡുകളാണ്. ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് വരാം. സൾഫ്യൂരിക് ആസിഡ് ഈസ് എ സ്ട്രോങ് ആസിഡ് ആണോ? സൾഫ്യൂരിക് ആസിഡ് സ്ട്രോങ് ആസിഡ് ആണോ? സൾഫ്യൂരിക് ആസിഡ് സ്ട്രോങ് ആസിഡ് ആണ്. കാരണം സൾഫ്യൂരിക് ആസിഡ് ഒരു മിനറൽ ആസിഡാണ്, ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ആസിഡാണ്. സോ സൾഫ്യൂരിക് ആസിഡ് സ്ട്രോങ് ആസിഡാണ്. അത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ കുഞ്ഞു പിള്ളേരായിരിക്കുന്ന സമയത്ത് പഠിക്കുന്നതാണ്. ഇനി നമ്മൾ ഇവിടെ എന്താ സ്ട്രോങ് ആസിഡ് എന്ന് ചോദിച്ചാൽ, ഒരു സബ്സ്റ്റൻസ് സ്ട്രോങ് ആസിഡ് ആയിക്കോട്ടെ, സ്ട്രോങ് ബേസ് ആയിക്കോട്ടെ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിക്കോട്ടെ, ഒരു സബ്സ്റ്റൻസ് കംപ്ലീറ്റ് അയോണൈസേഷന് വിധേയമായാൽ അയാളെ വിളിക്കുന്ന പേരാണ് സ്ട്രോങ് എന്ന്. അപ്പോൾ നമ്മുടെ ആസിഡാണ് കംപ്ലീറ്റ് അയോണൈസേഷന് വിധേയമാകുന്നതെങ്കിൽ അതിനെ സ്ട്രോങ് ആസിഡ് എന്നും, ബേസ് ആണ് കംപ്ലീറ്റ് അയോണൈസേഷന് വിധേയമാകുന്നതെങ്കിൽ അതിനെ സ്ട്രോങ് ബേസ് എന്നും വിളിക്കാം. അപ്പോൾ നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് വെള്ളത്തിലിട്ടാൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് എച്ച് പ്ലസും SO4 2- ആയിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യും. സോ സൾഫ്യൂരിക് ആസിഡ് എന്താണ്? ഒരു സ്ട്രോങ് ആസിഡാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. റീസൺ: സൾഫ്യൂരിക് ആസിഡ് അണ്ടർഗോസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി അയോണൈസ്ഡ് ഇൻ അക്വസ് സൊല്യൂഷൻ. ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിരുന്ന കൺസെപ്റ്റ് അങ്ങ് മാറ്റി വെക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് സൾഫ്യൂരിക് ആസിഡ് സ്ട്രോങ് ആസിഡ് ആയത് എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ പറഞ്ഞു തീർന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? വെള്ളത്തിലൊഴിക്കുന്ന സമയത്ത് അക്വസ് മീഡിയത്തിൽ സൾഫ്യൂരിക് ആസിഡ് കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത്
എച്ച് പ്ലസും OH മൈനസും അയോണുകൾ, എച്ച് പ്ലസും SO4 2- അയോണുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ സൾഫ്യൂരിക് ആസിഡ് എന്ത് ആസിഡാണ്? സ്ട്രോങ് ആസിഡാണ്. അസേർഷൻ കറക്റ്റാണ്, റീസൺ കറക്റ്റാണ്, റീസൺ അസേർഷനുള്ള കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും ആണ്. അസേർഷൻ കറക്റ്റ്, റീസൺ കറക്റ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അസേർഷനും റീസണും കറക്റ്റ് ആണെങ്കിൽ അസേർഷനും റീസണും കറക്റ്റ് ആണെങ്കിൽ 2 ചോയ്സാണ്. ഒന്നുകിൽ ഓപ്ഷൻ A ആയിരിക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻ B ആയിരിക്കാം. പിന്നെ നോക്കേണ്ടത് എന്താ? റീസൺ അസേർഷനുള്ള കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണെങ്കിൽ ആൻസർ 1 ആണ്. കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എങ്കിൽ ആൻസർ 2 ആണ്. ഓക്കെ, ഇവിടെ അസേർഷൻ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, റീസൺ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, റീസൺ അസേർഷനുള്ള കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ് അല്ലേ? ഓപ്ഷൻ A ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ വിച്ച് ഡയലൂഷൻ ലോ ഈസ് ആപ്ലിക്കബിൾ? ഈ താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഡയലൂഷൻ ലോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഏതിനാണ്? ഡയലൂഷൻ ലോ എന്ന് പറയുന്നത് ഓസ്റ്റ്വാൾഡ് ഡയലൂഷൻ ലോയാണ്. ഓസ്റ്റ്വാൾഡ് ഡയലൂഷൻ ലോ നമ്മൾ ആദ്യം ഞാനിങ്ങനെ ഓസ്റ്റ്വാൾഡ് ഡയലൂഷൻ ലോ എന്ന് ഹെഡിങ് എഴുതിയിട്ട് ഞാൻ പറഞ്ഞു ഇത് വീക്ക് ഇലക്ട്രോലൈറ്റുകൾക്ക് ആപ്ലിക്കബിൾ ആണെന്നല്ലേ? വീക്ക് ഇലക്ട്രോലൈറ്റിന് ആപ്ലിക്കബിൾ ആണ്. വീക്ക് ഇലക്ട്രോലൈറ്റിനെ തന്നെ 2ആയിട്ട് ഞാൻ തിരിക്കുകയുണ്ടായി, വീക്ക് ആസിഡ് എന്നും വീക്ക് ബേസ് എന്നും. ഈ ഒരു കോളം വരച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് തന്നെ, വീക്ക് ആസിഡ് എന്നും വീക്ക് ബേസ് എന്നും. അപ്പോൾ ഡയലൂഷൻ ലോ, ഓസ്റ്റ്വാൾഡ് ഡയലൂഷൻ ലോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് വീക്ക് ഇലക്ട്രോലൈറ്റുകൾക്കാണ്. അതായത് വീക്ക് ആസിഡ് അല്ലെങ്കിൽ വീക്ക് ബേസ് അല്ലെങ്കിൽ വീക്ക് ഇലക്ട്രോലൈറ്റ്, അത് സോൾട്ട് ഇലക്ട്രോലൈറ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ, സോഡിയം ക്ലോറൈഡ് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഈ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സോൾട്ടിൽ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ആണ്. സ്ട്രോങ് ആസിഡിനും സ്ട്രോങ് ബേസിനും എന്ത് ആപ്ലിക്കബിൾ അല്ല? ഡയലൂഷൻ ലോ ആപ്ലിക്കബിൾ അല്ല. സോ നമ്മുടെ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ അല്ല. നെക്സ്റ്റ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് മിനറൽ ആസിഡാണ്, സ്ട്രോങ് ആസിഡാണ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്, ഡയലൂഷൻ ലോ ആപ്ലിക്കബിൾ അല്ല. നെക്സ്റ്റ് CH3COONA, വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആണ്, അവിടെയും സ്ട്രോങ് വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ സ്ട്രോങ് ആയതുകൊണ്ട് ഡയലൂഷൻ ലോ ഇതിനും ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന 3 എണ്ണത്തിനും ആപ്ലിക്കബിൾ അല്ലല്ലോ. സോ ഒറ്റ ആൻസറേ ഉള്ളൂ, നൺ ആണ്. ഇതിലൊന്നും അല്ല, ഇതിലൊന്നും ഡയലൂഷൻ ലോ ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ആൽഫ ഓഫ് 10⁻² molar HCN solution if concentration of H plus is equal to 10⁻³ എന്താ കണ്ടുപിടിക്കണ്ടേ? വാല്യൂ ഓഫ് ആൽഫ. ആൽഫ എന്ന് പറയുമ്പോൾ എന്താ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷനാണ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഹൈഡ്രജൻ സയനൈഡിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 10⁻² molar ആണ്. അവിടെ H+ൻ്റെ കോൺസെൻട്രേഷൻ 10⁻³ ആണ്. നമുക്കറിയാം H പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ നമുക്കറിയാം. കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറയുന്നത് C ആൽഫയാണ് അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് H+ C ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് H+ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ അല്ലേ? ആരുടെ കോൺസെൻട്രേഷനാണ്? സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനാണ്. H+ൻ്റെ കോൺസെൻട്രേഷനെ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ കിട്ടും. Then alpha is equal to concentration of H+. എത്രയാണ് H+ൻ്റെ കോൺസെൻട്രേഷൻ? 10⁻³ ആണ്. ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ, സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 10⁻² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻³ ഡിവൈഡഡ് ബൈ 10⁻². 10⁻² മുകളിൽ പോകുമ്പോൾ 10⁻² ആകും. ആസ് എ റിസൾട്ട് ഇത് 10⁻1 എന്ന് വരും. 10⁻1 എന്ന് പറയുമ്പോൾ 0.1 ആണ് അല്ലേ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ 0.1 ആണ്. ആൽഫ പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിലോ ആൽഫ ഈസ് ഈക്വൽ ടു 0.1 എന്ന് പറയുമ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ്? 10% ആണ്. ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ആൽഫ ഓഫ് 10⁻² molar HCN സൊല്യൂഷൻ ആണ്. H+ൻ്റെ കോൺസെൻട്രേഷൻ നമുക്കറിയാം C ആൽഫയാണ്. ആൽഫ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് H+ ഡിവൈഡഡ് ബൈ C ആണ്. ആൽഫ ഈസ് ഈക്വൽ ടു H+ൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 10⁻³ എന്ന്, ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ 10⁻² ആണ്. ദാറ്റ് ഈസ് 10⁻1 എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 ആണ്. 0.1 എന്ന് പറയുമ്പോൾ 1/10 അല്ലേ? അപ്പോൾ പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എത്ര പെർസെൻറ്റേജാണ്? 10%. ഓക്കെ, നെക്സ്റ്റ്
For 10 molar CH3COOH solution, if Ka is equal to 10 raised to minus 5, then find out alpha concentration of H plus pH. Ka യുടെ വാല്യൂ തന്നിട്ടുണ്ട്. Ka is equal to 10 raised to minus 5 ആണ്. ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ C തന്നിട്ടുണ്ട് 10 മോളാർ ആണ്. എന്തൊക്കെ കണ്ടുപിടിക്കണം? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ കണ്ടുപിടിക്കണം, കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് വേണം, pH വേണം. ആദ്യം നമുക്ക് ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് Ka യുടെ ഇക്വേഷൻ എഴുതാം. Ka is equal to C alpha square ആണോ? ആൽഫ സ്ക്വയർ is equal to K by C, Ka by C. ആദ്യം നമുക്ക് അതങ്ങ് ചെയ്താലോ. ആൽഫയെ കണ്ടുപിടിക്കേണ്ട, ആൽഫ സ്ക്വയർ കണ്ടുപിടിക്കുക ആദ്യം. ആൽഫ സ്ക്വയർ is equal to Ka 10 raised to minus 5 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ C എത്രയാ? 10 ആണല്ലേ. 10 മോളാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 10 ആണ്. ഈ 10 മുകളിൽ പോകുമ്പോൾ 10 raised to minus 1 ആവും. ആസ് എ റിസൾട്ട് ആൽഫ സ്ക്വയറിൻ്റെ വാല്യൂ 10 raised to minus 6 ആണ്. Therefore, alpha is equal to root of 10 raised to minus 6. That is equal to 10 raised to minus 6 the whole raised to 1 by 2. A raised to m the whole raised to n. A raised to m the whole raised to n. That is equal to a raised to m into n. Therefore, 10 raised to minus 6 the whole raised to 1 by 2. That is equal to 10 raised to minus 6 into 1 by 2. That is equal to 10 raised to minus 3 ആണ്. 10 raised to minus 3. അപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു 10 raised to minus 3 എന്ന് വന്നു. ഓക്കെ, ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ആൽഫ കിട്ടി 10 raised to minus 3. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ്. കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എന്ന് പറയുന്നത് C ആൽഫയാണല്ലേ. കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എന്താ? C ആൽഫയാ. ആൽഫ നമുക്കിവിടെ കിട്ടി, C ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഈസ് ഈക്വൽ ടു 10 into 10 raised to minus 3. A raised to m into A raised to n. A raised to m plus n. 1 plus minus 3. That is equal to 10 raised to minus 2. അപ്പോൾ H പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാ? 10 raised to minus 2 ആണ്. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? pH ആണ്. pH is equal to minus log concentration of H plus. Therefore, pH is equal to minus log H പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാ? 10 raised to minus 2 ആണ്. ലോഗ് A raised to x, x log A, x minus 2 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പോൾ 2 log 10 എന്ന് വരും. ലോഗ് 10ൻ്റെ വാല്യൂ 1 ആണ്. സോ pH is equal to എത്രയെന്ന് വന്നു? 2 എന്ന് വന്നു. pHൻ്റെ വാല്യൂ എത്രയാ? 2 ആണ്. ക്ലിയർ ആയോ? നല്ലപോലെ മനസ്സിലായോ? അപ്പോൾ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ കണ്ടുപിടിക്കണം, H പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് കണ്ടുപിടിക്കണം, pH കണ്ടുപിടിക്കണം. നല്ല പോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്നുണ്ട്. എത്ര നിരുത്സാഹപ്പെടുത്താൻ പറയുന്നേ അല്ല. നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ വിചാരിക്കും നമുക്ക് നല്ല രസമുണ്ട്, കുഴപ്പമില്ലെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ ചെയ്യുമെന്ന്. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണിത്. ചെയ്ത് തറവാക്കിയാൽ മാത്രമേ ഇത് നമ്മളിലോട്ട് കയറത്തുള്ളൂ. ഒരുപാട് ചെയ്യണം. ഇപ്പം ഞാൻ എൻ്റെ കേസ് പറയുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ കേസാണെങ്കിൽ പോലും ഇതൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പം വേറെ മെത്തേഡാണ്. അപ്പം നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസിലൂടെ മാത്രമേ നമ്മുടെ തെറ്റ് കുറച്ച് ശരിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇനി അങ്ങോട്ടുള്ള ഏരിയ മൊത്തം പ്രോബ്ലംസാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ, മൊളാരിറ്റി ഉണ്ട്, നോർമാലിറ്റി ഉണ്ട്. ആർക്കൊക്കെയാണ് നമ്മൾ മൊളാരിറ്റി ഇട്ട് ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് നമ്മൾ നോർമാലിറ്റി ഇട്ട് ചെയ്യുന്നത്, ഒന്നുമേ നമുക്ക് കൺഫ്യൂഷനാണ്. മൊത്തം നമുക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ നമ്മുടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസോസിയേഷനിൽ നിന്ന് തുടങ്ങിയതാണ്. ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ ഓസ്റ്റ്വാൾഡ് ഡൈല്യൂഷൻ ലോയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അതിൽ നിന്ന് pH കണ്ടുപിടിച്ചു, POH കണ്ടുപിടിച്ചു, pH എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും മനസ്സിലായി. ലോഗരിതം ടേംസ് കുറേ പഠിച്ചു അല്ലേ. അവസാനം ഇപ്പോൾ നമ്മൾ കോൺസെൻട്രേഷനും ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റും ബേസ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റും ഒക്കെ തമ്മിലുള്ള റിലേഷൻ വരെ എത്തി നിർത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ pHനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്,
അതുപോലെ ആസിഡ് ബേസ് പലരുടെ കൺസെപ്റ്റുകളുണ്ട്. ആസിഡ് ബേസ് എന്താണ്, സോൾട്ട് എന്താണ്, ഇതൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ് ഇന്നിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ.